ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 1994 ഒരു ത്രില്ലർ അഡ്വഞ്ചർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ദി റിവർ വൈൽഡ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കും എനിക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട ഒരു ജേണറാണ്, അതും ഈ ഒരു പഴയ ക്ലാസ് ക്രൈം ത്രില്ലർ മൂവീസൊക്കെ ഉണ്ടല്ലോ. അത് ഇതിനു മുന്നേ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 2000 താഴോട്ടുള്ള സിനിമകൾ കാണാനും അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനും ഒരു പ്രത്യേക രസമാണ്. അത് കണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. അത് ഞാൻ ഇതിനു മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ പഴയ സിനിമകൾ ചെയ്യാനായിട്ട് എനിക്ക് അത്രയും താല്പര്യമാണെന്ന്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ തേടി പിടിച്ചിട്ട് ഈ മൂവി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയും നമ്മുടെ ചാനലിൽ ഇതുപോലെയുള്ള പഴയ മൂവീസുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ 1-2 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഈ പഴയ സിനിമകൾ കണ്ടുപിടിക്കുക എന്നുള്ളത് കുറച്ച് പാടാണ്. സെലക്റ്റീവായിട്ട് നല്ല സിനിമകൾ കണ്ടുപിടിക്കണമല്ലോ. ആ ഒരു സമയം എന്തായാലും നിങ്ങൾ എനിക്ക് തരണം. പിന്നെ ഈ മൂവി കിട്ടിയിരിക്കുന്ന തമ്പനയിൽ ഇതുപോലുള്ള തമ്പനയിലുകൾ ഇനിയും കാണുവാണെങ്കിൽ നിങ്ങൾ അപ്പോഴേ ചിന്തിച്ചു, നല്ല ക്ലാസ് പടമായിരിക്കും വരാൻ പോകുന്നത്, അതും ത്രില്ലർ, പഴയ കാലഘട്ടത്തിലെ സിനിമകൾ. അതുകൂടി ഒന്ന് മൈൻഡിൽ വെച്ചേക്കുക. അപ്പോൾ ഇനി അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും, അതേപോലെ തന്നെ ലൈക്കും ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ. ഈ കഥയുടെ തുടക്കത്തിലെ കഥയിലെ നായികയായിട്ടുള്ള ഗെയിലിനെയാണ് കാണിക്കുന്നത്. അവളിപ്പോൾ അമേരിക്കയിലെ ഒരു നദിയിലൂടെ തൻ്റെ ഒരു കയാക്കിംഗ് ബോട്ട് എടുത്തിങ്ങനെ പോവാണ്. അപ്പോൾ കുറേ നേരം കയാക്ക് ചെയ്യുന്നു, കാരണം അവൾ എല്ലാ ദിവസവും ഇതുപോലെ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇത്തവണയും ആ ഒരു കയാക്കിംഗ് പൂർത്തിയാക്കിയിട്ട് അവൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഗെയിലിന് ഒരു മകനുണ്ട്. അവന്റെ പേര് റോർക്ക്, അതേപോലെ വില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മകളും. അങ്ങനെ രണ്ടുപേരോടും കാര്യങ്ങളൊക്കെ സംസാരിച്ച് ചിരിച്ചും കളിച്ചിരിക്കുമ്പോഴത്തേക്കാണ് കുട്ടികളുടെ അച്ഛനായിട്ടുള്ള നമ്മുടെ ഈ കഥയിലെ ഹീറോ ആയിട്ടുള്ള ടോം അകത്തേക്ക് കയറി വരുന്നത്. ഇപ്പോൾ വർക്കെല്ലാം കഴിഞ്ഞ് ആകെ ക്ഷീണിച്ചു വരുന്ന ടോമിനെ കാണുമ്പോൾ ഗെയില് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ടോം എന്തോ ഒരു കാര്യം അവളോട് സംസാരിക്കാൻ വരും. അപ്പോൾ ഗെയില് കുട്ടികളോട് പറയും ഓക്കെ, അകത്തേക്ക് പോയിട്ട് റൂം അടയ്ക്കാൻ പറയുമ്പോൾ അവർ രണ്ടുപേരും അകത്തേക്ക് കയറി പോകുന്ന ആ സമയത്ത് തന്നെ ടോമും ഗെയിലും സംസാരിക്കാൻ തുടങ്ങാണ്. വേറെ ഒന്നുമല്ല, ഉടനെ തന്നെ റോർക്കിന്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. പക്ഷെ അവന് വേണ്ടി കുറച്ചു നേരം പോലും സമയം ചെലവഴിക്കാനായിട്ട് ടോം തയ്യാറല്ല. എപ്പോഴും ജോലി ജോലി എന്ന് പറഞ്ഞ് മാത്രമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും എപ്പോഴും വഴക്കാണ്. ഇപ്പോൾ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഗെയില് അകത്തേക്ക് പോകുന്നതും അത് കഴിഞ്ഞ അടുത്ത സീനിൽ കാണിക്കുന്നത് ഗെയിലും കുട്ടികളും നേരെ വരുന്നത് ഗെയിലിന്റെ അച്ഛൻ്റെ അമ്മയുടെ നാട്ടിലേക്കാണ്. ഇപ്പോൾ അവർ രണ്ടുപേരും എയർപോർട്ടിലേക്ക് വന്നിറങ്ങിയിട്ട് തൻ്റെ അച്ഛനും അമ്മയും കാണുന്നു. അപ്പോൾ ഗെയിലിന്റെ അച്ഛനും അമ്മയും, അതിൽ അച്ഛനാണെങ്കിൽ സംസാരിക്കാൻ കഴിയത്തില്ല, അതുകൊണ്ട് തന്നെ ആ ഒരു സൈൻ ലാംഗ്വേജിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അങ്ങനെ കുട്ടികളും എല്ലാവരും വന്ന് പരിചയപ്പെട്ട് അത് കഴിഞ്ഞ് നമ്മുടെ ഗെയില് ഒരു കൃഷിയിടത്തിൽ ഇങ്ങനെ വിഷമിച്ച് നിൽക്കാണ്. ഗെയിലിന്റെ അമ്മ അടുത്തേക്ക് വരുമ്പോഴത്തേക്കാണ് ഗെയില് പറയുന്നത്, എനിക്ക് തോന്നുന്നു എൻ്റെ മാരേജ് ഇവിടെ വെച്ച് അവസാനിക്കാൻ പോകുന്നു. കാരണം ടോം എപ്പോഴും ജോലിയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കാൻ പോലും അവനെ കൊണ്ട് കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അവളുടെ വിഷമമല്ല അവളുടെ അമ്മയോട് പറഞ്ഞിട്ട് ഇപ്പം അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇവരെല്ലാവരും ഗെയിലിന്റെ നാട്ടിലുള്ള ഒരു വലിയ നദിയുണ്ട്, അതിലൂടെ റാഫ്റ്റിംഗ് ചെയ്യാൻ പോവാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ ബോട്ടിൽ ആ പുഴയിലൂടെയുള്ള ഒരു യാത്ര. അങ്ങനെ അവിടെ വന്ന ആ ഒരു ബോട്ടിലേക്ക് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുമ്പോഴത്തേക്കും ഗെയിലി റോർക്കിനോട് പറയും, മോനെ നമുക്ക് വേണ്ടിയിട്ട് ഒരു മാപ്പ് വാങ്ങിക്കൊണ്ടുവരാൻ പറയുമ്പോൾ റോർക്ക് ഓടി ചെന്നിട്ട് അവിടെ ഒരു റേഞ്ചർ ഇരിപ്പുണ്ട്. ആ ഒരു റേഞ്ചറിന്റെ കയ്യിൽ നിന്ന് മാപ്പ് വാങ്ങിക്കായിട്ട് വരുമ്പോഴത്തേക്കാണ് അവിടെ വേറൊരുത് നിൽക്കുന്നു. അങ്ങനെ അവിടെ നിൽക്കുന്ന അവന്റെ തലയിലുള്ള തൊപ്പി റോർക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. അതെന്തോ ഒരു മ്യൂസിക് ഫംഗ്ഷന് പോയപ്പോഴത്തേക്കും അവിടെ നിന്ന് കിട്ടിയ ഒരു തൊപ്പിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ നിൽക്കുന്നവനാണെങ്കിലോ അവനും കുറച്ച് ഫസ്റ്റ് എയ്ഡ് കിറ്റുകളും അതേപോലെ തന്നെ ഈ ഒരു മാപ്പും വാങ്ങിയിട്ട് അവൻ അവിടെ നിന്ന് നടന്നു പോകുന്നതും നമ്മുടെ റോർക്കും ഒരു മാപ്പ് അവരുടെ കയ്യിൽ നിന്ന് ചോദിച്ചു വാങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് റോർക്ക് ഓടി തിരിച്ചു വരുമ്പോൾ പെട്ടെന്ന് കാൽ തട്ടി താഴേക്ക് വീഴും. അപ്പോൾ ആ നടന്നു പോയവൻ പെട്ടെന്ന് എഴുന്നേൽപ്പിക്കുമ്പോഴത്തേക്കാണ് റോർക്ക് ചോദിക്കുന്നത്, അല്ല നിങ്ങൾ ഈ ഒരു മ്യൂസിക് ഫംഗ്ഷനിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ, എങ്ങനെയുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അല്ല നീ എങ്ങനെയാ പോകാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ റോർക്ക് പറയും, ദേ അവിടെ എൻ്റെ അമ്മയുണ്ട്, ഞാൻ അമ്മയോടൊപ്പമാണ് പോകുന്നതെന്ന് പറയുന്നതും ഗെയിലിനെ കാണുമ്പോഴത്തേക്കും അവൻ പെട്ടെന്ന് ഓ അതാണല്ലേ നിന്റെ അമ്മ, ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇവൻ പെട്ടെന്ന് അവന്റെ പേര് പറയും. അവന്റെ പേര് വേടെന്നാണ്. എന്നിട്ട് വേട് നേരെ ഗെയിലിനടുത്ത് ഇവൻ അവളുമായിട്ട് പരിചയപ്പെടുന്നു. അതുമല്ല റോർക്ക് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അവന്റെ അമ്മ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു റാഫ്റ്ററാണെന്ന്. കാരണം അവൾ വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു നദിയിലൂടെ റാഫ്റ്റിങ്ങിന് പോയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ വേട് ഗെയിലിനോട് അവന്റെ ആ ഒരു തൊപ്പിയുണ്ടല്ലോ അതെടുത്ത് റോർക്കിന് കൊടുക്കും. അപ്പോൾ റോർക്ക് താങ്ക്സ് പറയുന്നതും ഇവന്റെ കൂടെ തന്നെ വേറെ രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നു. അവർ കുറെ നേരമായിട്ട് നമ്മുടെ വീടിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ വീട് പറയും ശരി, പോകുന്ന വഴിക്ക് നമുക്ക് ഏതായാലും കാണാമെന്ന് പറഞ്ഞ് അവൻ ആ ഒരു ബോട്ടിൽ കയറി അവരോടൊപ്പം പോകുന്നു. അങ്ങനെ ഇവരും പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് ഒരു വണ്ടി അവിടേക്ക് വന്ന് നിൽക്കുന്നത്. അത് വേറെ ആരുമല്ല, ടോം ആയിരുന്നു. ഇതൊരിക്കലും ഗെയില് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ടോം വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഓക്കെ, എനിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, കൃത്യമായിട്ട് അറിയത്തില്ല ഇതൊക്കെ വേണമെന്ന്, പക്ഷേ ഇത് മതിയാവുമെന്ന് ചോദിച്ചാൽ അവൻ്റെ ബാഗ് കാണിക്കുന്നതും ഇത് കണ്ട ഗെയിലിന് നല്ല സന്തോഷമായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ഇവിടെ നിന്ന് പോകാൻ പോവാണ്. അപ്പോൾ ഈ റാഫ്റ്റിങ്ങിന് പോകുന്നത് ഗെയില്, ടോം, റോർക്ക്, അതേപോലെ തന്നെ ഇവരുടെ ഒരു ഡോഗ് ഉണ്ട് മാഗി. ഇവർ 4 പേരും മാത്രമാണ്. വില്ലേനെയും അവളുടെ അച്ഛനമ്മയും കരയിൽ നിർത്തിയിട്ടാണ് ഇവർ പോകുന്നത്. അങ്ങനെ ഇവർ ആ ഒരു ബോട്ടിങ് യാത്ര തുടങ്ങുന്നതും ഇപ്പോൾ പോകുന്ന വഴി തന്നെ അത്രയും മനോഹരമായിട്ടുള്ളതാണ്. ദേ
ഈ സീൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പഴയ സിനിമകളെല്ലാം അത്രയും ഭംഗിയുള്ളതാണ്, കണ്ടിരിക്കാൻ നല്ല രസമാണെന്ന്. നിങ്ങൾ ഏതൊരു പഴയ കാലഘട്ട മൂവീസ് എടുത്ത് നോക്കിയാലും അതിലെ ഹീറോയിൻ്റെ മക്കള് ഇവരെല്ലാവരും ഒടുക്കത്തെ ലുക്കായിരിക്കും. അതേപോലെ തന്നെ അവർ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ പ്രത്യേക സിനിമകൾ ഇങ്ങനെ കാണാറുണ്ട്. അങ്ങനെ ഇവരുടെ യാത്ര കുറച്ച് മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കാണ് മുന്നേ പോയ വേഡും അവന്റെ സുഹൃത്തുക്കളെയും കാണുന്നത്. ഇപ്പൊ അവർ പോകുന്ന ആ ഒരു ബോട്ടിലാണെങ്കിലോ ഇവർക്ക് നല്ലതുപോലെ തുഴയെ അറിയാത്തത് കൊണ്ട് അത് ഈ ഒരു ഓരം പറ്റിയാണ് പോകുന്നത്. ഇത് ഗെയിൽ കാണുന്നുണ്ട്. അങ്ങനെ ഗെയിൽ അത് കാര്യമാക്കാതെ ഇവരുടെ യാത്ര മുന്നോട്ട് തന്നെ പോകുന്നു. അപ്പോൾ ചെറിയൊരു ഒഴുക്ക് വരുന്നതും ആ ഒരു ഒഴുക്കിലൂടെ ബോട്ട് നല്ലതുപോലെ ബാലൻസ് ചെയ്ത് ഗെയിൽ കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും നല്ലതുപോലെ എൻജോയ് ചെയ്യുന്നു. ഈ അവസരത്തില് ടോം ഉണ്ടല്ലോ, അവൻ പുറകിലിരിക്കുകയായിരുന്നു. പെട്ടെന്ന് വെള്ളത്തിലേക്ക് ഒന്ന് വീഴും. പക്ഷെ അവന് നീന്താൻ അറിയാവുന്നത് കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അവൻ വീണ്ടും നീന്തി ഈ ബോട്ടിനടുത്തേക്ക് വന്നിട്ട് അതിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ റോർക്ക് ചോദിക്കും, അല്ലമ്മ ഇതുപോലെ ഇനിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതേ ഉണ്ട്, പക്ഷേ നമുക്ക് അവിടേക്ക് മാത്രം പോകാനായിട്ട് കഴിയത്തില്ല, അത് ഇത്തിരി ഡേഞ്ചറാണ്, അവിടേക്ക് ആരെയും കടത്തി വിടത്തില്ല, അവിടെ വരെ നമുക്ക് പോകാൻ കഴിയത്തുള്ളൂ എന്ന് പറയുമ്പോൾ റോർക്ക് പറയും, പക്ഷെ അമ്മ ഇതിനു മുന്നേ അവിടെ ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്കാണ് ഗെയിൽ പറയുന്നത്, റോർക്ക് അത് ഞാൻ എൻ്റെ 18 വയസ്സിലല്ലേ പോയത്. ആ സമയത്ത് എന്നോടൊപ്പം 2 ഗൈഡുകളുണ്ടായിരുന്നു, അവരുടെ സഹായത്തോടൊപ്പമാണ് ഞാൻ അതിലേ പോയത്. പക്ഷെ ഇപ്പോൾ ഒരിക്കലും അതുപോലെ കഴിയത്തില്ല എന്ന് പറഞ്ഞ് റോർക്ക് ചെറുതായിട്ടൊന്ന് വിഷമിക്കും. അങ്ങനെ ഇവർ വീണ്ടും മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കാണ് വേടുണ്ടല്ലോ, അവന്റെ ബോട്ട് അവിടെ കിടക്കുന്നു. നോക്കുമ്പോഴത്തേക്ക് അതിലൊരാൾക്ക് എന്തോ വയറുവേദനയായിട്ട് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാനായിട്ട് കിടക്കുകയാണ്. അപ്പോഴേക്കാണ് വേഡ് ഗെയിലിനോട് ചോദിക്കുന്നത്, അല്ല അതാരാ നിന്റെ ഫ്രണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ ഗെയിൽ പറയും, ഇല്ലില്ല ഇത് റോർക്കിന്റെ അച്ഛനാണ് ടോം എന്ന് പറയുമ്പോൾ വേഡ് അതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. വേഡ് ചോദിക്കും, അല്ല ഇതിനു മുന്നേ നീ അതിനെപ്പറ്റി എന്നോട് പറഞ്ഞില്ല, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറയും. ഓക്കെ പോകുന്ന വഴിക്ക് നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് ഗെയിൽ ഇപ്പോൾ ബോട്ടും കൊണ്ട് കുറച്ചുകൂടി മുന്നിലേക്ക് പോയിട്ട് ഇവരിപ്പോ ഈ നദിയുടെ ഒരു കരയിലായിട്ട് ടെന്റ് എല്ലാം അടിച്ചിട്ട് അവിടെ സ്റ്റേ ചെയ്യാണ്. അപ്പോൾ ഈ ഒരു യാത്രയെന്ന് പറഞ്ഞാൽ 2-3 ദിവസത്തെ യാത്ര കാണും. ഇവർ പല സ്ഥലങ്ങളിലായിട്ട് ഇതുപോലെ ടെന്റ് എല്ലാം അടിച്ചിട്ടായിരിക്കും പതിയെ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ഗെയിലാണെങ്കിലോ റോർക്കിന് ഫിഷിംഗ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ടോം ആണെങ്കിലും ഒരു ആർക്കിടെക്റ്റാണ്, അതുകൊണ്ട് തന്നെ അവൻ അവന്റെ വർക്കിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെ റോർക്ക് നല്ലതുപോലെ മീനെല്ലാം പിടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവർ ആഹാരം കഴിക്കാണ്ടിരിക്കുമ്പോഴത്തേക്കാണ് റോർക്ക് പറയുന്നത്, അമ്മയുടെ ജന്മദിനമായിട്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് ഇപ്പോഴാണെന്ന് പറയുമ്പോൾ ടോമിന് വരെ ഈ കാര്യം ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ തന്നെ ടോം തന്റെ കുടുംബത്തെ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഇവർ നിൽക്കുമ്പോഴത്തേക്കാണ് വേഡും അവന്റെ ടീമും ഇങ്ങനെ പോകുന്നത്. അപ്പോൾ വേഡ് പെട്ടെന്ന്, ഹേയ് റോർക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ റോർക്ക് പറയും, വേഡ് ഞാൻ ഇതുപോലൊരു മീനെ പിടിച്ചു, ആദ്യമായിട്ടാണ് ഞാൻ മീനെ പിടിക്കുന്നതെന്ന് പറയുമ്പോൾ വേഡ് പറയും, അത് ഞാൻ തന്ന ആ ഒരു തൊപ്പിയുടെ ഭാഗ്യമായിരിക്കാം, അതുകൊണ്ട് ആ തൊപ്പിക്ക് എന്തെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ അതെനിക്ക് തിരിച്ചു വേണമെന്നെല്ലാം തമാശയൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ മുന്നോട്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഗെയിൽ നേരെ ടോമിനടുത്തേക്ക് വന്നിരിക്കും. എന്നിട്ട് അവനോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗെയിലിന് അവനോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് അവനെ ഉമ്മ വയ്ക്കണമെന്നുണ്ട്. അവൾ അതുപോലെ തന്നെ അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ അവനത് മനസ്സിലാവുന്നില്ല. അവൾക്കാണെങ്കിൽ അവളുടെ ആ ഒരു ഇഷ്ടം പ്രകടിപ്പിക്കാൻ ശ്രമിക്കും തോറും അവൻ വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ ഒരു മൂഡ് അങ്ങ് സ്പോയിലാക്കും. എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റൊക്കെ പോകും. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം കാണിക്കുമ്പോൾ വീണ്ടും ഇവർ ആ ഒരു ബോട്ട് കൊണ്ട് യാത്ര ചെയ്യുന്നു. ഇത്തവണ നമ്മുടെ ഗെയിലും റോർക്കും വെള്ളത്തിലേക്ക് എടുത്ത് ചാടും. എന്നിട്ട് അവർ നീന്തി വരുമ്പോഴത്തേക്കും ഈ പുഴയുടെ സൈഡിലായിട്ട് വലിയ പാറകളൊക്കെ ഉണ്ട്. അവിടെ ഈ പ്രാചീനകാല മനുഷ്യരുണ്ടല്ലോ, അവർ വരച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. അങ്ങനെ അതെല്ലാം പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് വീണ്ടും ഇവർ ബോട്ടിലേക്ക് കയറിയിട്ട് ഇപ്പോൾ റോർക്ക് ചൂണ്ടയിട്ടുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കാണ് കുറേ ദൂരം ചെല്ലുമ്പോൾ ഒരു വളവിനെത്തിയിട്ട് വേഡും അതേപോലെ തന്നെ ജെറി എന്ന് പറഞ്ഞ അവർ തന്നെ അവന്റെ കൂടെയുള്ള ഇവർ രണ്ടുപേരും അവിടെ വെയിറ്റ് ചെയ്യുന്നു. എന്നിട്ട് പറയും, ഹേ ഗെയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത്, ഒന്ന് ഇവിടേക്ക് വരാമെന്ന് ചോദിക്കുമ്പോൾ ഇവർ ബോട്ട് കരയിലേക്ക് നിർത്തും. അപ്പോഴേക്കാണ് വേഡ്, ദേ ബാ ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കുറച്ച് ഉയരമുള്ള ഭാഗത്തേക്ക് ഇവരെല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകും. അവിടെ ചെന്ന് താഴേക്ക് കാണിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു നദി അങ്ങനെ വളഞ്ഞാണ് പോകുന്നത്. ആ ഒരു വളവിലായിട്ട് ഒരൊഴുക്കുണ്ട്, അതൊരു കുത്തൊഴുക്ക്. അതിലൂടെ ഇവർക്ക് ബോട്ടിങ് ചെയ്ത് പോകാനായിട്ട് അറിയത്തില്ല. ഇവരത്ര എക്സ്പീരിയൻസ് ഉള്ള ആളുകളും അല്ല. അപ്പോൾ ഇവരുടെ കൂടെയുള്ള വേറൊരാളുണ്ട്, ഫ്രാങ്ക് മൂന്നാമൻ. അവൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയും, ഇല്ല അവൻ ഇതുവരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ തമ്മിൽ ചെറിയൊരു വഴക്കായി, അതുകൊണ്ട് തന്നെ അവൻ നടന്നു പോകുന്നതെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഞങ്ങളെ വിട്ടിട്ട് പോയി. ഇപ്പോൾ ഞങ്ങൾക്കാണെങ്കിലും നല്ലതുപോലെ അറിയത്തുമില്ല, അവനാണെങ്കിലും ഞങ്ങൾക്ക് നല്ലൊരു ഗൈഡായിരുന്നു. ഇനിയിപ്പോൾ ഇതിലെ എങ്ങനെ പോകണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തതെന്ന് പറയുമ്പോൾ ജെറി ചോദിക്കും, ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് വേറെ ഏതെങ്കിലും വഴി ഉണ്ടാവുമെന്ന് ചോദിക്കുമ്പോൾ ഗെയിൽ പറയും, ഇല്ല നിങ്ങളിപ്പോൾ പോകണമെന്നുണ്ടെങ്കിൽ ഈ റേഞ്ചർ സ്റ്റേഷൻ്റെ അടുത്തേക്ക് പോകേണ്ടി വരും, അവിടെ പോയിട്ട് നിങ്ങൾ കറങ്ങി പോകാനാണെങ്കിൽ ഒരു 6-7 ദിവസം എന്തായാലും എടുക്കും എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഇവർക്ക് ശരിയാവത്തില്ല. അപ്പോൾ ഇവരുടെ അവസ്ഥ കണ്ടിട്ട് നമ്മുടെ ഗെയിൽ പറയും, ഓക്കെ ബ്രൈഡൽ ക്രീക്ക് വരെ നിങ്ങളെ ഞാൻ കൊണ്ടുപോകാം, ഞാൻ പറയുന്നത് പോലെ എന്നോടൊപ്പം വന്നാൽ മതി, അതുകൊണ്ട് നമ്മൾ അവിടേക്ക് പോകുമ്പോഴത്തേക്കും ഈ ഒരു നദിയുടെ വലതുവശം പിടിച്ചു മാത്രം തുഴഞ്ഞു വരാൻ ശ്രമിക്കുക, അതാണ് എളുപ്പം എന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കും റോർക്കുണ്ടല്ലോ ഇവരുടെ നായയായിട്ടുള്ള മാഗിനെ വിളിക്കുകയാണ്. കാരണം മാഗി കുറച്ച് മുകളിലേക്ക് പോയി
അപ്പോൾ റോർക്ക് ഹേയ് മാഗി ഇവിടേക്ക് വാന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ മാഗി വരുന്നില്ല, അവിടെ നിന്ന് തന്നെ കുരയ്ക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട ടോം പറയും ഓക്കെ ഞാൻ പോയി വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ടോം നേരെ മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും വേടുണ്ടല്ലോ അവൻ പെട്ടെന്ന് ജെറിയെ നോക്കിയിട്ട് പറയും അവൻ്റെ പിറകെ പോയിട്ട് വരാനായിട്ട് ഇങ്ങനെ തല കാണിക്കും. അപ്പോൾ ജെറി അവൻ്റെ പിറകെ നടന്നു പോകും. അങ്ങനെ ടോം കുറേ ദൂരം ഈ മലയുടെ മുകളിലേക്ക് തന്നെ കയറി പോവാണ്. മാഗി ആണെങ്കിലോ അവിടെ നിന്ന് കുരയ്ക്കുന്നു. അങ്ങനെ ടോം മാഗിയെ കണ്ടുപിടിക്കുമ്പോഴത്തേക്കാണ് മാഗി ഈ മരങ്ങളെല്ലാം മുറിച്ചിട്ടുണ്ട്. അതിനിടയിലായിട്ട് നിന്ന് എന്തോ ഇങ്ങനെ മാന്തി എടുക്കാൻ ശ്രമിക്കുന്നത് പോലെ. അപ്പോൾ ടോം അവിടേക്ക് വന്ന് നോക്കുന്നതും പെട്ടെന്ന് അവൻ്റെ പിറകെ തന്നെ ജെറി ഉണ്ടല്ലോ അവന് വന്ന് നിൽക്കുന്നു. അപ്പോൾ ടോം മാഗി താഴേക്ക് പോകാൻ പറയുമ്പോൾ മാഗി പെട്ടെന്ന് താഴേക്ക് പോകുമ്പോഴത്തേക്കും തിരിയുമ്പോൾ ജെറി അവിടെ നിൽക്കാണ്. അപ്പോൾ ജെറി പെട്ടെന്ന് ടോമിനെ നോക്കിയിട്ട് ഈ നായ്ക്കൾ ഇങ്ങനെയാണല്ലേ എന്നെല്ലാം പറഞ്ഞ് ഇപ്പോൾ ഇവർ രണ്ടുപേരും താഴേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ടോമിന് നല്ല സംശയമുണ്ട്. കാരണം അവിടെ എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. ഇവരുടെ കൂടെയുള്ള മൂന്നാമനെ കാണാനില്ല. നായ അവിടെ നിന്ന് മണ്ണ് മാന്തുന്നു. എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് അവന്. അങ്ങനെ നമ്മുടെ ഗെയിൽ പറഞ്ഞതുപോലെ തന്നെ ഗെയിലും ടോമും അവരുടെ ബോട്ടിലും വേടും ചെറിയും അവരുടെ ബോട്ടില്. അപ്പോൾ ഗെയില് ആദ്യം അവളുടെ ബോട്ട് ആ ഒരു ചെറിയ ഇറക്കത്തിലൂടെ നല്ലതുപോലെ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. കാരണം അവൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. അവൾ ആ ഒരു വലതുവശം പിടിച്ചിട്ടാണ് ഈ നദിയിലൂടെ പോകുന്നത്. അതുകൊണ്ട് അവർ സേഫായിട്ട് ഇപ്പുറത്തേക്ക് എത്തും. അത് കഴിഞ്ഞ് വേടും ചെറിയും അവർക്കാണെങ്കിൽ നല്ലതുപോലെ ബോട്ട് ഓടിക്കാൻ അറിയത്തില്ലല്ലോ. അങ്ങനെ അവര് ആ ഒരു ഒഴുക്കിലേക്ക് ഇറങ്ങാനായിട്ട് വരുമ്പോഴത്തേക്കും ജെറി ചോദിക്കും ഹേയ് വേഡ് അവൾ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ, വലതുവശം പിടിക്കാനാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ വേഡ് പെട്ടെന്ന് അവൻ എല്ലാ കാര്യങ്ങളും മറന്നുപോയി. അതുകൊണ്ട് തന്നെ അവനിപ്പോ ഏത് വശത്തോടെയാണ് പോകേണ്ടതെന്ന് അറിയാതെ അവൻ തെറ്റായിട്ടുള്ള ദിശയിലേക്ക് ഈ ബോട്ട് തിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ ആ ഒരു ഒഴുക്കിൽ നല്ലതുപോലെ പെട്ടുപോയി. കുറേ ദൂരം ചെന്ന നമ്മുടെ ഗെയിലാണെങ്കിലോ ഇത് കണ്ടിട്ട് ഹേയ് അവർ തെറ്റായിട്ടുള്ള ദിശയിലാണ് വരുന്നതെന്ന് പറയുന്നതും അതിനു മുന്നേ തന്നെ ഇവരുടെ രണ്ടുപേരുടെയും കൺട്രോൾ വിട്ട് ഈ ഒരു ബോട്ടും പറഞ്ഞ് രണ്ടുപേരും വെള്ളത്തിലേക്ക് വന്ന് വീഴുന്നു. അപ്പൊ ഇത് കണ്ട ഗെയിലാണെങ്കിലോ അവരുടെ ബോട്ട് പതിയെ അവിടെ നിർത്തിയിട്ട് ഇപ്പോൾ ഒഴുകി വരുന്ന ജെറിയെ ഇവർ ആദ്യം തന്നെ ആ ഒരു ബോട്ടിലേക്ക് പിടിച്ചു കയറ്റും. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ വേടാണെങ്കിലോ ആ ഒരു ലൈഫ് ജാക്കറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അവന് വേറെ കുഴപ്പമില്ലായിരുന്നു. ഒഴുകിയാണ് വരുന്നത്. പക്ഷെ ഒരവസരത്തില് അവനൊരു ഒഴുക്കിൽ വിട്ടിട്ട് ആ ഒരു ലൈഫ് ജാക്കറ്റ് അവന്റെ ദേഹത്ത് നിന്ന് ഊരി മാറും. അതുകൊണ്ട് തന്നെ അവന് നല്ലതുപോലെ നീന്താനും അറിയത്തില്ല. പെട്ടെന്ന് അവൻ വെള്ളത്തിനടിയിലേക്ക് മുങ്ങി താഴുന്നത്. ഇപ്പൊ അവനെ രക്ഷിച്ചേ മതിയാവൂ. അതുകൊണ്ട് വേറെ വഴിയില്ലാതെ നമ്മുടെ ടോം പെട്ടെന്ന് വെള്ളത്തിലേക്ക് എടുത്ത് ചാടും. എന്നിട്ട് താഴേക്ക് നീന്തി ചെല്ലുമ്പോഴത്തേക്കാണ് വേടിനെ കാണുന്നത്. അങ്ങനെ വേടിനെ കണ്ട് അവനെ ചെന്ന് വിളിച്ചിട്ട് അവനെ വലിച്ച് മുകളിലേക്ക് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്കും വേട് ടോമിന്റെ ദേഹത്ത് പിടിച്ചിട്ട് അവനെ വലിച്ച് താഴേക്കാക്കുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിപ്പോ കാണുമ്പോഴത്തേക്കും മനഃപൂർവ്വം ഒരാളെ വെള്ളത്തിനടിയിലേക്ക് കൊണ്ടുവന്നിട്ട് കൊല്ലാൻ ശ്രമിക്കുമല്ലോ, അതുപോലെ അങ്ങനെ 2-3 തവണ അങ്ങനെ തന്നെ കാണിക്കുമ്പോഴത്തേക്കും ടോമിന് എന്തോ അത് മനസ്സിലായി. ടോം കായ് മടക്കി വെള്ളത്തിന് അടിയിൽ വെച്ചിട്ട് ഒരു ഒറ്റ ഇടി വേടിനെ ഇടി കൊള്ളുന്നത് അവ അനങ്ങാതെ കിടക്കുമ്പോൾ അവനെ വലിച്ച് മുകളിലേക്ക് കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും ബോട്ടിലേക്ക് കയറ്റും. അങ്ങനെ ബോട്ടിൽ കയറുമ്പോഴത്തേക്കാണ് വീട് പറയുന്നത് എന്തായാലും ടാക്സ് ഉണ്ട്, വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് നീന്തൽ അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ എന്തൊക്കെയോ കണ്ടെന്നെല്ലാം പറഞ്ഞ് അവൻ ചിരിക്കുമ്പോൾ ടോമിന് എന്തോ ഒരു സംശയം ഇവൻ അതുപോലെ വെള്ളത്തിനടിയിൽ വെച്ച് ചെയ്തതുകൊണ്ട് തന്നെ ആ ഒരു സംശയത്തിൽ ടോമും അവനെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവരിപ്പോൾ കരയിലേക്ക് ബോട്ട് നിർത്തും. അതേപോലെ തന്നെ അവരുടെ ബോട്ടും ഇവർ കരയിലേക്ക് കൊണ്ടുവന്നു. അപ്പോഴാണ് ഇവരുടെ ബോട്ടിലുള്ള ഒരു പച്ച ബാഗ് റോർക്ക് എടുക്കുമ്പോഴത്തേക്കും ജെറി പെട്ടെന്ന് ഹേയ് അത് ഞാൻ എടുത്തോളാം കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആ ഒരു ബാഗ് അവൻ്റെ നിന്ന് പിടിച്ചു വാങ്ങും. ഇവിടെ വേടും ടോമാണെങ്കിലോ ഈ ശരീരം ഉണങ്ങാൻ വേണ്ടി കുറേ നേരം അവിടെ ഇരിക്കും. എന്നിട്ട് ഈ ഒരു തീയെല്ലാം അണയ്ക്കുമ്പോഴത്തേക്കാണ് വേട് ടോമിനോട് പറയുന്നത് നീ എന്നെ രക്ഷിച്ചതുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ട്, പക്ഷെ വെള്ളത്തിനടിയിൽ വെച്ചിട്ട് നീ എന്നെ ഇടിക്കണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ടോം പറയും സോറി അതെന്തായാലും സംഭവിച്ചു പോയി എന്നും പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും അവിടെ തന്നെ സ്റ്റേ ചെയ്യാണ്. അങ്ങനെ അവിടെ സ്റ്റേ ചെയ്യുമ്പോഴത്തേക്കാണ് ജെറിയും ടോമും അവിടെ ഇരുന്നിട്ട് പാത്രങ്ങളെല്ലാം കഴുകാണ്. അതേസമയം തന്നെ ഇവരുടെ ആ ഒരു സ്ഥലത്തൂടെ വേറെയും ഒരുപാട് റാഫ്റ്റിംഗ് ചെയ്യുന്നവർ പോകുന്നുണ്ട്. അപ്പോൾ വേടാണെങ്കിലോ അവനും ഇതുപോലെ മീൻ പിടിക്കാനായിട്ട് അറിയത്തില്ല. അപ്പോൾ ഗെയില് പുറകെ നിന്നിട്ട് അവൻ എങ്ങനെയാണ് ചൂണ്ടയെറിയുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇത് കാണുമ്പോഴത്തേക്കും ടോമിന് ഒരേ സമയം അവനൊരു ജലസിയാവുന്നുണ്ട്. അതേപോലെ തന്നെ എന്തോ ഒരു സംശയത്തോടെ തന്നെ ഇവരെ നോക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഗെയിലിന് ഇതൊന്നും മനസ്സിലാവാത്തത് കൊണ്ട് അവൾ നല്ല സന്തോഷിച്ചാണ് അവരോടൊപ്പം നിൽക്കുന്നത്. ആ സമയത്ത് ഇവരുടെ കയ്യിലുള്ള റേഡിയോയിലെ ഒരു ന്യൂസ് പറയുന്നു ഇതുപോലെ അമേരിക്കയിലെ ഒരു ലേലം വിളിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് 2 കള്ളന്മാരെ ഒരുപാട് പണവും മോഷ്ടിച്ച് കടന്നു കളഞ്ഞു. അവരെ ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം. അപ്പോഴേക്കും നമ്മുടെ ടോം ആണെങ്കിലോ ജെറിയോട് അവരുടെ കാര്യത്തെ പറ്റി ചോദിക്കുമ്പോൾ ജെറി ഇപ്പോൾ എന്തോ പരസ്പര ബന്ധമില്ലാത്ത കുറെ കാര്യങ്ങൾ പറയാണ്. കാരണം ആദ്യം ഇവരെ കാണുമ്പോഴത്തേക്കും ജെറി പറഞ്ഞത് വേഡ് അവന്റെ സഹോദരിയെ കല്യാണം കഴിച്ചു, തന്റെ അളിയനാണെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു കാര്യം ടോം ചോദിക്കുമ്പോഴത്തേക്കും ജെറി പെട്ടെന്ന് അത് മറന്നുപോയിട്ട് വീണ്ടും സോറി ഞാൻ അങ്ങനെ പറഞ്ഞുവല്ലേ എന്നെല്ലാം പറയുന്നുണ്ട്. അതുപോലെ അവിടെ വെച്ചിട്ടാണ് ഗെയില് മറ്റൊരു കാര്യം പറയുന്നത് അവളൊരു ടീച്ചറാണെന്ന്. എങ്ങനെയാണെന്ന് വെച്ചാൽ അവളൊരു ടീച്ചറാണെന്ന്. ഈ സംസാരിക്കാൻ കഴിയാത്ത കേൾക്കാൻ കഴിയാത്ത കുട്ടികൾക്കെല്ലാം അവളാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സൈൻ ലാംഗ്വേജ് അവൾക്ക് നല്ലതുപോലെ തന്നെ അറിയാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് വീണ്ടും ഇവരവിടെ നിന്ന് യാത്ര ചെയ്യാണ്. ഇപ്പോൾ മുന്നിൽ പോകുന്നത് വേടും ജെറിയും പുറകിൽ ഇവരും പോകുന്നുണ്ട്. അപ്പോഴേക്കാണ് നമ്മുടെ ടോം
ഗെയിലിനെ നോക്കിയിട്ട് പറയുന്നത്, ഗെയിൽ എനിക്ക് അവരെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ ഗെയിൽ ചോദിക്കും, ഓ അവർ ചെറുപ്പക്കാരല്ലേ, ഈ പ്രായത്തിൽ അവർ അങ്ങനെയൊക്കെ ഉണ്ടാവും, അതൊന്നും വലിയ കാര്യമൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ, അല്ല നീ എന്തിനാ അവരെ സപ്പോർട്ട് ചെയ്യുന്നത്? അപ്പോൾ ഗെയിൽ ചോദിക്കും, എന്ത് വേടിനെയാണോ, നിനക്ക് എന്താ അസൂയ തോന്നിയെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല അസൂയയല്ല, അവർ പറയുന്നത് എന്തോ ഒരു ബന്ധമില്ലാത്തതുപോലെ, അതുപോലെ അവരെ കാണുമ്പോൾ എന്തൊക്കെയോ ഒളിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഗെയിൽ പറയും, ഹേയ് എനിക്ക് അവരെ കണ്ടിട്ട് പാവമാണ് തോന്നിയത്, അവർക്ക് ഇതിലേ പോകാൻ പോലും അറിയത്തില്ല, അവർക്കൊരു നല്ല ഗൈഡ് പോലുമില്ല. ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും എന്നെ നഷ്ടപ്പെട്ടിട്ട് ഇവിടെ എവിടെയെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും വരുമ്പോൾ നിങ്ങൾ സഹായിക്കില്ലേ, അതുപോലെ മാത്രമേ ഞാൻ അവരെ കണ്ടിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ടോം പറയും, ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം, എന്നിരുന്നാലും എനിക്ക് അവർ ചെറിയ സംശയമുണ്ടെന്ന് അവനിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ഒരിടത്ത് സ്റ്റേ ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു കാടിനുള്ളിലേക്ക് ഇവരെല്ലാവരും പോയി നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഗെയിലിൻ്റെ അടുത്തേക്ക് വേഡ് വരുന്നത്. എന്നിട്ട് അവളോട് ചോദിക്കും, അല്ല ബ്രൈഡൽ ക്രീക്ക് ആ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ഓ അതിന് താഴെ വളരെ മനോഹരമാണ്, പക്ഷെ അവിടേക്ക് ഇപ്പോൾ ആർക്കും പോകാനായിട്ട് അനുവാദമില്ല, അത് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്, അതുകൊണ്ട് ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ വേഡ് ചോദിക്കും, അല്ല നീ പോയെന്നല്ലേ പറഞ്ഞേ? അപ്പോൾ ഗെയിൽ പറയും, ഞാൻ പോയത് 18 വയസ്സിലാണ്, അത് നമ്മുടെ പ്രായത്തിൻ്റെ ഒരു ഭ്രാന്തിൽ അവിടേക്ക് പോയതാണെന്ന് പറയുമ്പോൾ വേഡ് ചോദിക്കും, അല്ല ഒരു തവണ കൂടി നിങ്ങൾക്ക് അവിടേക്ക് പോയിട്ട് ആഗ്രഹമില്ലേ, നിന്നെ കൊണ്ട് കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്, ഇപ്പോഴും നിനക്ക് പോകാൻ താല്പര്യമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഗെയിൽ പറയും, ഇല്ല, കാരണം ഇപ്പോൾ എൻ്റെ പ്രായം അതല്ല, അതുപോലെ എനിക്കൊരു ഫാമിലി ഉണ്ട്, അവരെ വിട്ടിട്ട് എനിക്ക് ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ വേഡ് പറയും, നീ ചെയ്യുമെങ്കിലോ എന്നുള്ള രീതിയിൽ അവൻ്റെ ശബ്ദം മാറുന്നതും ഗെയിലിന് അത് മനസ്സിലാവുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ റോർക്ക് വിളിക്കുമ്പോഴത്തേക്കും ശ്രദ്ധ അതിലേക്ക് മാറിയിട്ട് അത് കഴിഞ്ഞ് ഇവരെല്ലാവരും രാത്രി ഇരിക്കുകയാണ്. അപ്പോഴാണ് ഗെയില് റോർക്കിന് ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നത്. അതൊരു കഥയാണെന്നതിലുപരി ഇവിടെ ഒരുപക്ഷെ ഒറ്റയ്ക്കായിപ്പോയി കഴിഞ്ഞാൽ എങ്ങനെ സർവൈവ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഒറ്റയ്ക്ക് പെട്ടുപോയി കഴിഞ്ഞാൽ മലകളുടെ മുകളിലേക്ക് കയറി ആരെങ്കിലും കാണാൻ വേണ്ടി ഒരു പ്രത്യേക രീതിയിൽ തീ കത്തിച്ചിട്ട് അതിൽ നിന്നൊരു പുക ഉണ്ടാക്കണം. ആ പുക പ്രത്യേക രീതിയിൽ മുകളിലേക്ക് വിട്ടു കഴിഞ്ഞാൽ അതിലൂടെ അവിടെ ആളുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും എന്നെല്ലാം ഒരു കഥ പറഞ്ഞിട്ട് ഇപ്പോൾ ഗെയിൽ വിട്ടുന്ന് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവള് ടെന്റിനകത്തേക്ക് കയറിപ്പോവും. തിരിച്ചു വരുമ്പോഴാണെങ്കിലോ കയ്യിൽ ഒരു കേക്ക് ഇരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ റോർക്കിൻ്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ അവൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ആ ഒരു കേക്ക് അടുത്തേക്ക് കൊണ്ടുവന്ന് നമ്മളിത് മറന്നുപോയെന്ന് വിചാരിച്ചോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കേക്ക് കട്ട് ചെയ്യാൻ പറയും. അങ്ങനെ ആ ഒരു കേക്ക് കട്ട് ചെയ്യുമ്പോഴത്തേക്കാണ് ഗെയില് ആദ്യം അവനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരു വാട്ടർ പ്രൂഫ് ക്യാമറ, അത് തൻ്റെ സഹോദരി തന്നതാണെന്ന് പറഞ്ഞിട്ടാണ് അവന് കൊടുക്കുന്നത്. അങ്ങനെ അത് വാങ്ങുന്നതും അവന് നല്ല സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ടോം ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഈ പട്ടാളക്കാർ യൂസ് ചെയ്യുന്ന പ്രത്യേകതരം കത്തിയാണ്. അതിലെല്ലാത്തരം ടൂളുകളും ഉണ്ടാവും. അതുപോലുള്ളൊരു കത്തി അത് കൊടുക്കുമ്പോൾ അത് നമ്മുടെ റോർക്കിന് നല്ല ഇഷ്ടമായി. അപ്പോഴാണ് വേഡ് അവിടെ നിന്ന് എഴുന്നേറ്റ് അവരുടെ ബോട്ടിനടുത്തേക്ക് നടന്നു പോകുന്നു. കുറച്ച് കഴിഞ്ഞ് വേഡ് അവിടേക്ക് വന്നിട്ട്, സോറി റോക്ക്, നിന്റെ ജന്മദിനമാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ട് പ്രത്യേകിച്ച് തരാനൊന്നും സമ്മാനമില്ല, എന്തായാലും ഇത് വെച്ചോന്നും പറഞ്ഞ് ഒരു മരത്തടി പ്രത്യേകം ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. അതെടുത്ത് ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും റോർക്ക് അതിനുള്ളിലേക്ക് കൈയിട്ട് നോക്കുമ്പോൾ അതിൽ കുറച്ച് പണം ഇരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ $200, അതും 2 നോട്ട്. ഇത് കാണുമ്പോഴത്തേക്ക് റോർക്ക് പെട്ടെന്ന് അത്ഭുതപ്പെടും. അതേപോലെ തന്നെ നമ്മുടെ ഗെയിലും ടോമും അത്ഭുതപ്പെടുന്നുണ്ട്. കാരണം ഇത് കുറച്ച് പണമൊന്നുമല്ല, കുറച്ചധികം പണമുണ്ട്. അപ്പോൾ ജെറി അത് കണ്ടിട്ട് വേഡിനെ പ്രത്യേക രീതിയിൽ നോക്കുമ്പോൾ വേടത് വലിയ കാര്യമാക്കുന്നില്ല. അപ്പോൾ ഇത് കണ്ട് നമ്മുടെ ടോം പറയും, റോർക്ക് അത് ഒരുപാട് പണമുണ്ട്, ആ പണം എന്തായാലും നീ വാങ്ങണ്ട, അത് തിരിച്ചു കൊടുത്തേക്കെന്ന് പറയുമ്പോൾ വേഡ് പറയും, ഹേയ് അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കേണ്ട, നിങ്ങൾ എൻ്റെ ജീവൻ രക്ഷിച്ചു, അതിനുള്ള നന്ദിയായിട്ട് നിങ്ങൾ കണ്ടാൽ മതി, പിന്നെ അവനൊരു സമ്മാനം എന്ന് പറയുമ്പോഴത്തേക്കും ഇല്ല, ഇത്രയും പണമൊന്നും ഒരിക്കലും കുട്ടികൾക്ക് കൈവശം വെക്കാനായിട്ട് കഴിയത്തില്ല, അതുകൊണ്ട് അതെന്തായാലും തിരിച്ചു കൊടുക്കാൻ പറയുമ്പോൾ റോർക്ക് ആദ്യം സമ്മതിക്കത്തില്ല. ഇതെനിക്ക് അവൻ തന്നതാണെന്ന് പറയുന്നതും ടോം ഇത്തിരി ദേഷ്യം സംസാരിക്കുമ്പോൾ അവൻ പെട്ടെന്ന് ആ ഒരു പണവും കൊടുത്തിട്ട് അച്ഛൻ ഈ ഒരു യാത്രയിൽ വരണ്ടായിരുന്നു, വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി എന്നും പറഞ്ഞ് റോർക്ക് ദേഷ്യപ്പെട്ട് ടെന്റിനകത്തേക്ക് കയറിപ്പോവും. അപ്പോൾ അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഗെയിലകത്തേക്ക് പോകുമ്പോൾ വേഡ് ടോമിനോട് പറയും, സോറി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ ടോം പറയും, ഹേയ് ഇല്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം അത് കഴിഞ്ഞ് ടോം ഒറ്റയ്ക്ക് മാറി നിൽക്കുന്നതും ഗെയിൽ അവിടേക്ക് വന്നിട്ട് ടോമിനോട് പറയും, അവ ഉറങ്ങി, നിങ്ങളോട് വേറെ ദേഷ്യമൊന്നുമില്ല, അവൻ ആ ഒരു സമയത്ത് അങ്ങനെ പറഞ്ഞതാണെന്ന് പറയുമ്പോൾ ഇപ്പം ഇവർ രണ്ടുപേരും മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ്. സത്യത്തിൽ ടോം ഈ ഫാമിലിയെ നല്ല ശ്രദ്ധ കൊടുക്കാതെ അവൻ ജോലി എന്ന് പറഞ്ഞ് നടക്കുന്നല്ലോ, അതിന് കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ഗെയിലാണെങ്കിൽ നല്ലൊരു ജീവിത രീതിയാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അതൊരിക്കലും നഷ്ടപ്പെടുത്തണ്ട, തൻ്റെ കുടുംബത്തെ നല്ലതുപോലെ നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവൻ ഈ ഒരു ജോലി കാര്യങ്ങളെന്ന് പറഞ്ഞ് നടക്കുന്നത്, അല്ലാതെ അവരോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഇവർ പരസ്പരം പറയുമ്പോഴത്തേക്കും ടോമിന് സത്യത്തിൽ തൻ്റെ ഫാമിലി അത്ര ഇഷ്ടമാണെന്നുള്ള കാര്യം ഗെയിലിന് മനസ്സിലായി. അങ്ങനെ രണ്ടുപേരും ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇപ്പോൾ പരസ്പരം കിസ് ചെയ്യുന്നു. അതുപോലെ കുറച്ച് റൊമാൻറ്റിക് മൂഡ് വരുമ്പോഴത്തേക്കും ഗെയിൽ പറയും, ശരി ഞാൻ എന്തായാലും കുളിച്ചിട്ട് വരാം, നിങ്ങൾ പൊയ്ക്കോന്ന് പറഞ്ഞിട്ട് ടോം അവിടെ നിന്ന് പോകുന്നതും ഗെയിൽ ഇപ്പോൾ അവിടെ കുറേ നേരം നിന്ന് അത് കഴിഞ്ഞ് പെട്ടെന്ന് കുളിക്കാനായിട്ട് വസ്ത്രങ്ങളൊക്കെ മാറുകയാണ്. അങ്ങനെ എല്ലാം കരയിലേക്ക് ഊരി വെച്ചിട്ട് അവൾ ന്യൂഡായിട്ട് തന്നെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങും. അപ്പോൾ അവരുടെ നായുണ്ടല്ലോ മാഗി,
അത് കരയിൽ നിൽപ്പുണ്ട്. അതുപോലെ ഇപ്പോൾ നല്ല രീതിയിൽ മഴയും പെയ്യുന്നുണ്ട്. അങ്ങനെ അവൾ നിന്ന് കുളിക്കുന്ന സമയത്താണ് മാഗി ഇപ്പോൾ മുകളിലേക്ക് നോക്കി കുരയ്ക്കുന്നു. അപ്പോൾ ഗെയിൽ പെട്ടെന്ന് തിരിഞ്ഞ് അവിടേക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെ നിൽക്കുന്നത് വേറെ ആരുമല്ല, വേടുണ്ടല്ലോ, അവനാണ്. അപ്പോൾ ഇവൾ കുറേ നേരം നോക്കിയിട്ടും അവൻ അവിടെ നിന്ന് മാറുന്നില്ല. അങ്ങനെ മാഗി കുറേ നേരം അവനെ നോക്കി കുരയ്ക്കുന്നതും കുറച്ച് കഴിഞ്ഞിട്ട് ഗെയില് തിരിച്ച് ടെന്റിലേക്ക് വരും. എന്നിട്ട് അവൾക്ക് ഇപ്പോൾ അവനെ സംശയമായി. അതുകൊണ്ട് തന്നെ ടോമിനോട് പറയും, നമുക്ക് എന്തായാലും നാളെ അവരറിയാതെ ഇവിടെ നിന്ന് പോവാം. അവർ നമ്മളോടൊപ്പം വരുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ നിന്ന് പോവാമെന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ട് ഇപ്പോൾ അടുത്ത ദിവസം ആവുന്നതും രണ്ടുപേരും ബാഗും കാര്യങ്ങളെല്ലാം അവരുടെ ബോട്ടിലേക്ക് വെച്ച് കെട്ടുകയാണ്. അപ്പോൾ ഇവരുടെ പ്ലാൻ എന്തായിരുന്നു? റോർക്കിനെയും മാഗിനെയും കൊണ്ട് ഇവരുടെ ബോട്ടിൽ അവരെ കാട്ടിൽ മുന്നേ പോവുക, അതായിരുന്നു. പക്ഷെ എല്ലാ പ്ലാനും തെറ്റി. എന്താണെന്ന് വെച്ചാൽ റോർക്കുണ്ടല്ലോ, അവനിപ്പോൾ മാഗിനെയും കൂട്ടിയിട്ട് വേടിന്റെ ബോട്ടിലേക്ക് കയറും. എന്നിട്ട് പറയും, മമ്മി ഞങ്ങൾ രണ്ടുപേരും വേടിനോടൊപ്പമാണ് വരുന്നത്, നിങ്ങൾ പുറകെ വന്നെന്ന് പറയുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് റോർക്കിനെ ബോട്ടിൽ നിന്ന് പിടിച്ച് മാറ്റാനും കഴിയത്തില്ല, വേറൊന്നും പറയാനും കഴിയത്തില്ല. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ വേട് ബോട്ട് വെള്ളത്തിലേക്ക് ഇറക്കുമ്പോഴത്തേക്കും ഗെയില് പെട്ടെന്ന് വേടിനോട് പറയുന്നുണ്ട്, ഹേയ് നിനക്ക് നല്ലതുപോലെ തുഴയാൻ പോലും അറിയത്തില്ല, അതുപോലെ ഇനിയൊരു ചെറിയ ഒഴുക്കുണ്ട്, അവിടെ എത്തിക്കഴിഞ്ഞാലേ അവർക്ക് അപകടം സംഭവിക്കുമെന്ന് പറയുമ്പോൾ വേട് പറയും, അത് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഞങ്ങളോടൊപ്പം ഇല്ലേ, അതുകൊണ്ടൊന്നും പേടിക്കണമെന്നും പറഞ്ഞ് അവൻ ബോട്ട് എടുത്തുകൊണ്ട് പോകുന്നതും ഇവരുടെ രണ്ടുപേരുടെയും പ്ലാൻ പൊളിഞ്ഞു. ഇനിയിപ്പോൾ വേറെ വഴിയില്ല, അവരുടെ പിറകെ തന്നെ പോവാന്നും പറഞ്ഞിട്ട് ടോം ബോട്ട് ഓടിക്കുകയാണ്. അങ്ങനെ പോകുമ്പോഴാണെങ്കിലും നമ്മുടെ ഗെയിലിന് നല്ല ടെൻഷൻ. അവൾക്കാണെങ്കിൽ ഈ ബോട്ടിൽ ഇരുത്ത വരുന്നില്ല. അപ്പോൾ ടോം അവളെ നോക്കിയിട്ട്, ഗെയിൽ ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല, ഒന്നും പേടിക്കണ്ട, നമ്മൾ അടുത്തത് ഫുഡ് കഴിക്കാനായിട്ട് നിർത്തുമ്പോഴത്തേക്കും അവരെ കൊണ്ട് നമുക്ക് പോവാം, അതുവരെ നീ എന്തായാലും വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞ് ഇവർ പുറകെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ വേടിന്റെ ബോട്ടിൽ കാണിക്കുമ്പോഴത്തേക്കാണ് വേട് നമ്മുടെ റോർക്കിനെ വിളിച്ചിട്ട്, ഹേയ് റോർക്ക്, ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചു തരട്ടെ, നിന്റെ അച്ഛനും അമ്മയോടും ഒരു കാരണവശാലും പറയരുത്, ഇതൊരു രഹസ്യമായിട്ട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് ആ ഒരു ബാഗ് തുറന്ന് ഒരു തോക്ക് വെളിയിലേക്ക് എടുക്കാണ്. അതിലാണെങ്കിൽ ബുള്ളറ്റും ഉണ്ട്, അതുമല്ല ഇവരുടെ കയ്യിലും അത്യാവശ്യം വേറെ കുറച്ച് ബുള്ളറ്റുകളും ഉണ്ട്. അപ്പോൾ അതെടുത്ത് റോർക്കിനെ കാണിക്കുന്നതും റോർക്ക് പറയും, ഞാനിതൊന്ന് പിടിച്ചോട്ടേന്ന്. ഇല്ല വേണ്ടാന്ന് പറയുമ്പോൾ, ഇല്ല കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് ആ ഒരു തോക്ക് ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങി വെറുതെ ഷൂട്ട് ചെയ്യുന്നതുപോലെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ജെറി പെട്ടെന്ന് പേടിച്ചു പോവും. അങ്ങനെ തോക്ക് തിരിച്ചു വാങ്ങി വെച്ചിട്ട്, ഇത് ഒരു കാരണവശാലും നിന്റെ അമ്മയോടും അച്ഛനോട് പറയരുതെന്നും പറഞ്ഞ് ഇവരിപ്പോൾ കഴിക്കാനായിട്ട് മറ്റൊരിടത്തേക്ക് ബോട്ട് കൊണ്ട് നിർത്തും. അവിടെ നിർത്തുമ്പോഴത്തേക്കാണ് ഇവരുടെ പെട്ടി സാധനങ്ങളെല്ലാം വെളിയിലേക്ക് കൊണ്ടുവരുന്നു. അതേപോലെ തന്നെ വേടുണ്ടല്ലോ, അവനിപ്പോൾ മുകളിലേക്ക് നടന്നു പോകും. ആ സമയം കൊണ്ട് റോർക്കാണെങ്കിൽ ഇവരോട് പറയും, ഞാൻ ചൂണ്ടയിടാൻ പോവാണെന്ന് പറയുമ്പോൾ ഗെയിൽ വെട്ടുന്ന അവനോട് പറയും, ദേ ഇവിടെ നിന്ന് ആ ഒരു വശത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിനക്ക് വലിയ മീനെ കിട്ടും, അവിടെ പോയിട്ട് ചൂണ്ടയിടാൻ പറയും. അവിടേക്ക് അവനെ പറഞ്ഞുവിടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ബോട്ട് എടുത്തിന് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ റോർക്കിനെ പെട്ടെന്ന് വിളിച്ചുകൊണ്ട് പോകാൻ കഴിയും, അതുകൊണ്ടാണ് അവിടേക്ക് പറഞ്ഞു വിടുന്നത്. എന്നിട്ട് ജെറിയും ടോമും ഇവിടെ കരയിൽ നിൽക്കുമ്പോൾ ഗെയിൽ ഇവരോട് പറയും, ശരി ഞാൻ ബോട്ടിൽ നിന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അവൾ ബോട്ടിനടുത്തേക്ക് പോയിട്ട് പതിയെ ആ ഒരു ബോട്ടിന്റെ കെട്ടുണ്ടല്ലോ അത് അഴിച്ചു വിടുകയാണ്. എന്നിട്ട് അവൾ ബോട്ടിൽ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ടോം എന്താ ചെയ്യുന്നത് വെച്ചാൽ അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്, അതിൽ നിന്ന് കുടിക്കാനായിട്ട് കുറച്ച് വെള്ളം എടുക്കാമെന്ന് പറഞ്ഞ് അടുത്തേക്ക് ചെന്നിട്ട് അതിങ്ങനെ കുടിച്ചു നോക്കും. എന്നിട്ട് ജെറിയോട് പറയും, ഹേയ് ജെറി ഇതൊന്ന് നോക്ക്, നല്ല രസമുണ്ട് എന്ന് പറയുമ്പോൾ ജെറി അവിടേക്ക് വന്ന് അവൻ്റെ ഷർട്ടെല്ലാം ഊരിയിട്ട് അവൻ കുളിക്കാനായിട്ട് നിൽക്കും. അപ്പോൾ ടോം പറയും, ശരി ഞാൻ പോയി ടവൽ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ടോം ഈ ഒരു ബോട്ടിനടുത്തേക്ക് നടന്നു വന്നിട്ട് ഇവർ രണ്ടുപേരും പെട്ടെന്ന് ബോട്ടിലേക്ക് കയറി ആ ഒരു ബോട്ടിന്റെ കെട്ടുവഴിച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. ഇത് നമ്മുടെ ജെറി കാണുന്നില്ല. ഇവർ കുറച്ച് മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കാണ് ജെറി അത് നോട്ട് ചെയ്യുന്നത്. അതിന് മുന്നേ തന്നെ ഇവർ ബോട്ട് എടുത്ത് തുഴഞ്ഞ് മുന്നിലേക്ക് പോകുന്നു. അപ്പോൾ ജെറി ഇവരുടെ പിറകെ തന്നെ വേടിനെ വിളിച്ചിട്ട് ഓടി വരുന്നുണ്ട്. പക്ഷെ വേടത് കേൾക്കുന്നില്ല. അങ്ങനെ ഇവർ കാണാതെ നമ്മുടെ ഗെയിലും ടോമും ആ ഒരു ബോട്ട് തുഴഞ്ഞ് ഒരു വിധത്തില് റോർക്കുണ്ടല്ലോ അവൻ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ചെന്നിട്ട്, ഹേയ് റോർക്ക് പെട്ടെന്ന് വാ, ബോട്ടിലേക്ക് കയറ്, വേറെ ഒന്നും പറയാനില്ല, നമുക്ക് ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞ് അവനെ വിളിക്കുമ്പോഴത്തേക്കും ഈ ചെറുക്കനാണെങ്കിൽ വരത്തില്ല. ഇല്ല ഇപ്പൊ എന്തിനാ പോകുന്നതെന്നെല്ലാം ചോദിച്ചിട്ട് അവൻ പെട്ടെന്ന് മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും ടോം പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി റോർക്കിനെ പിടിക്കുകയാണ്. അപ്പോഴാണ് റോർക്ക് മാഗി ഉണ്ടല്ലോ ഡോഗ്, അതിനെ വിളിക്കുമ്പോഴത്തേക്കും ഈ ഡോഗ് താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് പുറകെ തന്നെ വേടും ഉണ്ടായിരുന്നു. അപ്പോൾ വേട് ഇത് കാണുമ്പോൾ, അല്ല നിങ്ങളെന്താ ചെയ്യുന്നത്, എവിടേക്കാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ടോം പറയും, സോറി ഞങ്ങൾ എന്തായാലും ഒറ്റയ്ക്ക് നിൽക്കാനാണ് ഇവിടേക്ക് വന്നത്, അതുകൊണ്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് പോകാൻ പോവാണെന്ന് പറയുമ്പോൾ ജെറി ഉണ്ടല്ലോ അവൻ ഓടി ഇവിടേക്ക് വന്നിട്ട്, ഹേയ് വേഡ് ഇവർ നമ്മളെ വിട്ട് പോകാനായിട്ട് ശ്രമിക്കുമായിരുന്നു, ഞാനത് കണ്ടു എന്ന് പറയുന്നതും വേഡ് ചോദിക്കും, അല്ല എന്തു പറ്റി? അപ്പോഴാണ് ടോം പറയുന്നത്, സോറി ഞങ്ങൾ ഒറ്റയ്ക്ക് സമയം സ്പെൻഡ് ചെയ്യാനായിട്ടാണ് ഇവിടേക്ക് വന്നത്, നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉള്ളത് ഞങ്ങൾക്ക് അത്ര നല്ലതായിട്ട് തോന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ പോവാണ് എന്ന് പറയുമ്പോൾ വേഡ് അതിന് സമ്മതിക്കുന്നില്ല. അപ്പോൾ ഗെയില് പറയും, ദേ റേഞ്ചർമാർ എല്ലാ സമയവും ഈ ഒരു വഴിയെ വരുന്നതാണ്, അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളെ കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് എത്തിക്കും, ഞങ്ങൾ പോവാണെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ വേഡ് പെട്ടെന്ന് ടോമിനെ അടിച്ചിട്ട്, ഹേയ് ഇപ്പോൾ ഞാൻ നിങ്ങളെ വിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് അവനോട് അടി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇത് കാണുന്ന റോർക്കിനെ അത് ശരിയായിട്ട് തോന്നില്ല, കാരണം ഇവൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ. എന്നിട്ട് വേഡ് പറയും, ഹേയ് ഞാൻ നിന്റെ കുടുംബത്തോടൊപ്പം നല്ലതായിട്ട് പെരുമാറാനാണ് ശ്രമിച്ചത്, പക്ഷെ നീയാണെങ്കിലോ
എന്നെ വിട്ട് രക്ഷപ്പെട്ട് പോകാൻ ശ്രമിക്കുന്നു. ഞാൻ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യുന്നു ചോദിച്ച് ഒരടി കൂടി അടിക്കുന്നതും ടോം തിരിഞ്ഞു നോക്കിയ ഒരു ഒറ്റ ഇടികൊണ്ട് താഴെ വീഴുമ്പോഴത്തേക്കാണ് ടോം പറയുന്നത്, ഓക്കെ വേഡ് കഴിഞ്ഞു, നീ എന്നെ അടിച്ചു, ഞാൻ നിന്നെ അടിച്ചു, ഇതോടെ അവസാനിച്ചു എന്ന് പറഞ്ഞ് പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും വേഡ് പെട്ടെന്ന് എഴുന്നേൽക്കുന്ന സമയത്താണ് റോർക്ക് വിളിച്ചു പറയുന്നത്, അച്ഛൻ നോക്ക് അവൻ്റെ കയ്യിൽ തോക്കുണ്ടെന്ന് പറയുന്നതും വേഡ് പെട്ടെന്ന് എന്താ റോർക്ക് ഇതെന്നും പറഞ്ഞ് നമ്മുടെ ടോമിനെ നല്ലതുപോലെ ഇടിക്കും. ടോമിനാണെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. 2-3 തവണ ഇടിക്കുമ്പോഴത്തേക്കും ജെറി ആണെങ്കിലോ ഗെയിലിനെ അവിടെ പിടിച്ചു വെക്കുന്നുണ്ട്. അവൾക്കും അനങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെ ഗെയിലിനെ പിടിച്ചു വെക്കുന്നത് കാണുന്നതും മാഗി ഉണ്ടല്ലോ, അവൾ ഓടി വന്നിട്ട് ജെറിയുടെ കാലിൽ പിടിച്ച് കടിക്കുന്നുണ്ട്. അപ്പോൾ ജെറി ആണെങ്കിലോ മാഗിയെ ഒരൊറ്റ ചവിട്ട് മാഗിയും പേടിച്ചവിടെ നിൽക്കും. അങ്ങനെ നമ്മുടെ ടോമിനെ നല്ലതുപോലെ ഇടിച്ചിട്ടാണ് ഇപ്പോൾ വേഡ് അവൻ്റെ ആ ഒരു തോക്ക് വെളിയിലേക്ക് എടുത്തിട്ട് പറയുന്നത്, ദേ ഇത് നോക്ക്, ഈ നദിയുടെ അവസാന വശത്തേക്ക് പോകാനായിട്ട് എനിക്ക് നിന്റെ ഭാര്യയുടെ സഹായം വേണം. അവളെ കൊണ്ട് മാത്രമേ എന്നെ അവിടേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയത്തുള്ളൂ. അതേപോലെ തന്നെ നിന്റെ ഭാര്യയെ കൺട്രോളിൽ നിർത്തണമെന്നുണ്ടെങ്കിൽ നിന്റെ മകനെ ഞങ്ങൾക്ക് വേണം. നീയും നിന്റെ നായയും ഒരാവശ്യമില്ല എന്ന് പറയുമ്പോഴത്തേക്കും മാഗി കുറേ നേരമായിട്ട് ഇങ്ങനെ കുരച്ചുകൊണ്ട് നിൽക്കാണ്. ഇത് കണ്ട വേഡ് പെട്ടെന്ന് ആ മാഗിയെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും റോർക്കുണ്ടല്ലോ അവൻ ഓടി മാഗിയുടെ അടുത്തേക്ക് വന്നിട്ട് മാഗി ഓടുന്നു പറഞ്ഞ് മാഗി ഓടിച്ചു വിടുമ്പോൾ മാഗി പെട്ടെന്ന് കാടിനകത്തേക്ക് പോകുന്നു. ഇവ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അതെന്തായാലും മാഗിക്ക് കൊള്ളുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് വേടും ചെറിയും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ ബോട്ടുണ്ടല്ലോ അത് കുത്തി കയറി വെള്ളത്തിലേക്ക് കളയും. അപ്പോൾ വേറെ ആരെങ്കിലും വരുവാണെങ്കിലും ഇവർക്ക് പറയാലോ അവരുടെ ബോട്ട് കേടായതുകൊണ്ടാണ് ഇവരുടെ ബോട്ടിലേക്ക് കയറുന്നതെന്ന്. റോർക്കുണ്ടല്ലോ അവൻ ബോട്ടിൽ ഇരുന്നിട്ട് അവന് ഗിഫ്റ്റായിട്ട് കിട്ടിയ ആ ഒരു ക്യാമറ ഉപയോഗിച്ച് നമ്മുടെ വേഡിന്റെ ഫോട്ടോ എടുക്കുന്നു. ആദ്യം അവൻ കാണത്തില്ല. 2ാമത് ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും അവൻ കാണുന്നതും ഹേ റോർക്ക് എന്താ ഇത്, ഞാൻ അറിയാതെ എൻ്റെ ഫോട്ടോ എടുക്കണോ, ആ ക്യാമറ ഇങ്ങ് തരാൻ പറഞ്ഞ് അടുത്തേക്ക് വരുമ്പോഴത്തേക്കും റോർക്ക് ആ ഒരു ക്യാമറ എടുത്ത് വെള്ളത്തിലേക്ക് എറിയും. പക്ഷെ അതൊരു വാട്ടർ പ്രൂഫ് ക്യാമറയാണെന്ന് ഇവർക്ക് അറിയത്തില്ല. എന്നിട്ട് ഗെയിലിൻ്റെ അടുത്തേക്ക് വന്ന് നീ ഞങ്ങളെ അവിടേക്ക് എത്തിക്കുമെന്ന് പറയുമ്പോൾ ഗെയിൽ പറയുന്നുണ്ട് ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നല്ല കുത്തൊഴുക്കുണ്ട്, അത് നമുക്ക് സർവൈവ് ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും വേഡ് കേൾക്കുന്നില്ല. അങ്ങനെ വേറെ വഴിയില്ലാതെ ഇവരെല്ലാവരും ആ ഒരു ബോട്ടിലേക്ക് കയറ്റിയിട്ട് ഇപ്പോൾ ടോമിൻ്റെ റോർക്കിൻ്റെയും കൈയും കാലിനെ കെട്ടിയിടും. അപ്പോൾ ഗെയിൽ പറയും അവരുടെ കൈയും കാലും കെട്ടിയിടാതിരിക്കാൻ കഴിയും, കാരണം ഇനി ആ ഒരു ചെറിയ കുത്തൊഴുക്കിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ബോട്ട് മറിയാൻ സാധ്യതയുണ്ട്, അങ്ങനെ മറിഞ്ഞു കഴിഞ്ഞാൽ അവർ മരിക്കുമെന്ന് പറയുമ്പോൾ വേഡ് പറയും അതിനല്ലേ നീ ഉള്ളത്, ഒരു കുഴപ്പമില്ലാതെ നീ എന്തായാലും ഞങ്ങളെ അത് കഴിഞ്ഞ് എത്തിക്കുമെന്ന് പറയുന്നതും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ആ ഒരു ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ചെറിയ കുത്തൊഴുക്കാണെങ്കിൽ ഇവർ കഴിഞ്ഞ് വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അതേസമയം തന്നെ ഇവരുടെ ആ ഒരു ക്യാമറ ഉണ്ടല്ലോ അതും ഒഴുകി ഒരിടത്ത് ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ്. അങ്ങനെ വേഡ് ഈ ബോട്ട് തുഴഞ്ഞോട്ട് പോകുന്നതും നമ്മുടെ ഗെയില് വേഡിനോട് ചോദിക്കും എന്താ വേഡ് ആ ഒരു പച്ച ബാഗിലെ. അപ്പോൾ ഇവരൊന്നും മിണ്ടത്തില്ല. അപ്പോഴും തന്നെ നമ്മുടെ ഗെയിലിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അവൾ പറയും ആ പച്ച ബാഗിലെ നമ്മൾ റേഡിയോയിൽ കേട്ടതുപോലെ ആ ഒരു 2 കൊള്ളക്കാർ നിങ്ങളല്ലേ അവിടെ നിന്ന് ആ ഒരു പണവും മോഷ്ടിച്ച് വരുന്നത്, അതുമല്ല പോകുന്ന വഴിക്കെല്ലാം പോലീസ് നിങ്ങളെ കാത്തു നിൽപ്പുണ്ട്, അതുകൊണ്ട് പോലീസ് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു നദിയിലൂടെ യാത്ര ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്താം. അവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു വണ്ടിയായിട്ട് ആരോ ഒരാൾ കാത്തു നിൽപ്പുണ്ട്. കൂടാതെ നിങ്ങളോടൊപ്പം വന്ന ഫ്രാങ്ക് എന്ന് പറഞ്ഞ ആ ഒരു ഗൈഡ്, അദ്ദേഹം ഈ കാര്യം കണ്ടുപിടിച്ചതുകൊണ്ടല്ലേ അയാളെ നിങ്ങൾ കൊന്നത്. ഇതെല്ലാം അവൾക്ക് മനസ്സിലായിട്ട് അവൾ ഓരോന്നായിട്ട് ഇങ്ങനെ പറയാണ്. എന്നിട്ട് ഗെയിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഓക്കെ നിങ്ങളിപ്പോൾ പോകുന്ന ഒരു വഴിയില്ലേ അവിടെ നല്ലൊരു കുത്തൊഴുക്കുണ്ട്, അത് കഴിഞ്ഞ് പോകാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് എന്തായാലും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവള് നല്ലതുപോലെ ചിരിക്കുന്നുണ്ട്. ഒരേ സമയം അവൾ ചിരിക്കുകയും ടെൻഷൻ അടിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം വേഡ് പറഞ്ഞതുപോലെ ഇവർക്ക് ആ ഒരു ഭാഗം കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോകാനായിട്ട് കഴിയത്തില്ല. 2ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ റോർക്കും ടോമും അവരുടെ കൈ കെട്ടിയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവർ വെള്ളത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ അവരെ രക്ഷിക്കാനും കഴിയത്തില്ല. അങ്ങനെ അതെല്ലാം പറഞ്ഞിട്ട് ഗെയിൽ നല്ലതുപോലെ ചിരിക്കുന്നുണ്ട്. അതേസമയം ഇവരുടെ നായ മാഗി ഉണ്ടല്ലോ അവളും ഈ മലയുടെ മുകളിലൂടെ തന്നെ ഇവരെ ഫോളോ ചെയ്ത് വരുന്നുണ്ട് അവരറിയാതെ. അങ്ങനെ ഇവർ കുറേ ദൂരം പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ റോർക്കിനി വിശക്കുന്നു. അവൻ പറയും എനിക്ക് വിശക്കുന്നുണ്ട്, അതേപോലെ തന്നെ മൂത്രമൊഴിക്കണമെന്ന് പറയുമ്പോൾ വേഡ് പറയും ബോട്ടിൽ നിന്ന് തന്നെ മൂത്രമൊഴിക്കാൻ പറയുമ്പോൾ അതൊരിക്കലും കഴിയത്തില്ല എന്നും പറഞ്ഞ് ഇപ്പോൾ ബോട്ട് കരയിലേക്ക് അടുപ്പിച്ചിട്ട് ഇവരെല്ലാവരും അവിടേക്ക് കയറി നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ഒരു റേഞ്ചർ അയാളുടെ വള്ളമായിട്ട് ഈ ഒരു വഴിയെ വരുന്നത്. ഇവരെ കാണുമ്പോൾ അവിടേക്ക് നിർത്തും. എന്നിട്ട് അയാൾ ഇറങ്ങി വന്ന് നമ്മുടെ ഗെയിലിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഗെയിൽ പറയും എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ നിങ്ങളോടൊപ്പം 2-3 തവണ ഇതിലേ വന്നിട്ടുണ്ട്, അതും പണ്ടായിരുന്നു, എൻ്റെ സഹോദരനാണ് കൂടുതലായിട്ട് നിങ്ങളോടൊപ്പം വന്നതെന്ന് പറയുമ്പോൾ അപ്പോഴാണ് ഗെയിലിന് മനസ്സിലാവുന്നത് അവൻ്റെ പേര് ജോണി എന്നാണ്. ഇവനെ അറിയാം, ഇവൻ്റെ സഹോദരനെ അറിയാം. അങ്ങനെ അവനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ വേടുണ്ടല്ലോ അവൻ ആ ഒരു തോക്കെടുത്ത് ഗെയിലിൻ്റെ പുറകിൽ വെച്ചിട്ട് ഞങ്ങൾ ഫാമിലി ഫ്രണ്ടാണെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നല്ല ജോണിയോട് കള്ളം പറയും. അതുപോലെ തന്നെയാണ് ഇവർ പറയുന്നത്. കൂടാതെ ടോമിന്റെ മുഖത്തുള്ള ആ ഒരു മുറിവ് അതെന്താണെന്ന് ചോദിക്കുമ്പോൾ വരുന്ന വഴിക്ക് ഒരു മരത്തിലടിച്ചു, അതുമല്ല കാലിന് നല്ല പരിക്കുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ജോണി ഇവരോടൊപ്പം വരാൻ കാരണം എന്താണെന്ന് വെച്ചാലേ മറ്റുള്ളവരെ പോലെയല്ല ഇവരുടെ അടുത്തും ക്യാമ്പ് ചെയ്യുന്നില്ല, നല്ല വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുകയല്ലേ, അത് സംശയിച്ചിട്ടാണ് ജോണി ഇവരോടൊപ്പം വരുന്നത്. അപ്പോൾ വേട് പറയും ഹേയ് അതൊന്നുമില്ല, ഇവിടെ അടുത്തായിട്ട് വേറെ നല്ല സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു, അവിടേക്ക് ഞങ്ങൾ പോവാണ്, അവിടേക്ക് ഗെയിൽ ഞങ്ങളെ കൊണ്ടുപോകാന്ന് പറഞ്ഞു എന്ന് പറയുന്നതും ജോണി എന്ന് പറഞ്ഞ ഒരു റേഞ്ചർ
ഈ വെള്ളത്തിൽ കിടന്ന് കിട്ടിയവരുടെ ക്യാമറ ഉണ്ടല്ലോ അതെടുത്തിട്ട് ഹേയ് ഇതാരുടേതാ നിങ്ങളുടേതാണെന്ന് ചോദിക്കുമ്പോൾ വേഡ് പറയും അതെ ഇത് റോർക്കിൻ്റെയാണ് അവൻ്റെ കയ്യിൽ തന്നെ കൊടുത്തേക്കെന്നും പറഞ്ഞ് ഇപ്പോൾ റോർക്കിന് കൊടുക്കുന്നതും ഇവിടെ ടോം ഉണ്ടല്ലോ അവ കാലുകൊണ്ട് പതിയെ താഴെ അവരെ രക്ഷിക്കാനായിട്ട് SOS എന്ന് എഴുതി വെക്കും. എന്നിട്ട് ജോണിയെ പരിചയപ്പെടുന്ന രീതിയിൽ അടുത്തേക്ക് വന്ന് ഇങ്ങനെ കൈ കൊടുക്കും. പക്ഷെ ജോണി അത് കാണത്തില്ല. അപ്പോഴേക്കാണ് പുറകിൽ നിന്ന് ജെറി ഉണ്ടല്ലോ അവൻ പെട്ടെന്ന് മുന്നിലേക്ക് വന്ന് ജോണിക്ക് കൈ കൊടുക്കുന്നത് പോലെ ഈ SOS അത് കാലുകൊണ്ടങ്ങ് മായ്ച്ചു കളയും. അതുകൊണ്ട് അതും കാണാൻ കഴിയത്തില്ല. അങ്ങനെ ജോണി പറയും ശരി ഞാൻ എന്തായാലും പോവാണെന്നും പറഞ്ഞ് ജോണി അവിടെ നിന്ന് പോകുന്നതും ജെറി പെട്ടെന്ന് ഹേയ് എന്താ വലിയ ബുദ്ധിമാനാണെന്നാണോ നിന്റെ വിചാരം എന്നും പറഞ്ഞിട്ട് ടോമിനെ വഴക്ക് പറയുന്നു. അതേ സമയം തന്നെ വേടാണെങ്കിലോ റോർക്കിന്റെ ആ ഒരു ക്യാമറയും ഇടിച്ചങ്ങ് പൊട്ടിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ വീണ്ടും യാത്ര തുടങ്ങുമ്പോഴത്തേക്കാണ് ജെറി ആണെങ്കിലോ ബോട്ടിൽ മുന്നിൽ ഇരുന്ന് ഉറക്കുന്നു. വേടാണെങ്കിലോ മുന്നിലേക്ക് നോക്കിയിരിക്കുകയാണ്. തുഴയുന്നത് ഗെയിലും. അപ്പോഴാണ് ടോം റോർക്കിനെ നോക്കിയിട്ട് കൈ കൊണ്ട് ആ ഒരു സൈൻ ലാംഗ്വേജിൽ അവനോട് സംസാരിക്കും. അപ്പോൾ റോർക്കിന് എന്താ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ അവൻ്റെ കയ്യിലുള്ള ആ ഒരു കത്തി ഉണ്ടല്ലോ അത് ടോമിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവർ കാണാതെ പതിയെ റോർക്ക് ആ കത്തിയെടുത്ത് ടോമിൻ്റെ ഷൂസിനിടയിലേക്ക് വെക്കും. കാരണം അത് അത്രയും ചെറുതായതുകൊണ്ട്. എന്നിട്ട് ഇവരൊന്നും അറിയാത്തതുപോലെ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ കുറച്ചു നേരം തുഴയുമ്പോഴത്തേക്കാണ് ഗെയില് വേടിനെ വിളിച്ചിട്ട് പറയുന്നത് ഓക്കെ എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം, ഇനി നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ തുഴയാൻ പറയുമ്പോൾ വേട് പറയും ജെറി അവളുടെ കെട്ടഴിച്ചിട്ട് നീ പോയി തുഴയാൻ പറയും. അങ്ങനെ ഇവർ തുഴയുന്ന സമയത്താണ് ഗെയില് വീടിനടുത്തേക്ക് വന്നിട്ട് അവനോട് പറയുന്നത് ദേ നോക്ക് അതാണ് ബ്രൈഡൽ ക്രീക്ക്, അവിടേക്ക് എത്തിക്കഴിഞ്ഞാലേ എന്നെ കൊണ്ടത് ബാലൻസ് ചെയ്യാൻ പോലും കഴിയത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വിട്ടേക്ക്, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്കൊരു മകളുണ്ട്, എന്നെ കാത്ത അവൾ വീട്ടിലിരിപ്പുണ്ട്, പ്ലീസ് എൻ്റെ കുടുംബത്തിനൊന്നും സംഭവിക്കുന്നതെല്ലാം പറഞ്ഞിട്ട് അവൾ നല്ലതുപോലെ കരഞ്ഞു പറയുന്നുണ്ടെങ്കിലും വേട് ഒരിക്കലും അതൊന്നും കേൾക്കത്തില്ല. അങ്ങനെ ഈ ബ്രൈഡൽ ക്രീക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ഥലം കഴിഞ്ഞാൽ ഒരിക്കലും മറ്റുള്ളവർക്ക് ആർക്കും അപ്പുറത്തേക്ക് പോകാനായിട്ട് അനുവാദമില്ല. ഇവിടം വരെയാണ് എല്ലാവരും ക്യാമ്പ് ചെയ്യാനായിട്ട് നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി അവിടെ നിന്ന് പോവാതെ ഇവർ അവിടെ തന്നെ ക്യാമ്പ് ചെയ്യും. അപ്പോൾ വേട് ജെറിയുടെ കയ്യിൽ തോക്കെടുത്തിട്ട് പറയും ഓക്കെ ഞാൻ കുറച്ച് ഉറങ്ങാൻ പോവാണ്, 1 മണിയാകുമ്പോഴത്തേക്ക് നീ എന്നെ വിളിക്കണം എന്നും പറഞ്ഞ് വേട് ഉറങ്ങാനായിട്ട് പോകുന്നു. അങ്ങനെ സമയം കുറേ കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ടോം പതിയെ അവൻ്റെ ടെൻറ്റ് മാറ്റി വെളിയിലേക്ക് നോക്കുമ്പോൾ ഉറങ്ങാതിരിക്കാൻ പറഞ്ഞ ജെറി ആണെങ്കിലോ നല്ല ഉറക്കം, അവൻ്റെ കയ്യിൽ തോക്കാണെങ്കിലോ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ഇത് കണ്ട ടോം അവൻ്റെ ഷൂസിനുള്ളിൽ ആ ഒരു കത്തി വെളിയിലേക്ക് എടുത്തിട്ട് അവൻ്റെ കയ്യിലേയും കെട്ടലഴിച്ച് നമ്മുടെ ഗെയിലിൻ്റെയും അതേപോലെ തന്നെ റോർക്കിൻ്റെയും രണ്ടുപേരുടെയും കെട്ടലഴിച്ചിട്ട് പോ ഗെയിലിനോട് പറയും ഓക്കെ ആരെങ്കിലും ഒരാൾ വെളിയിലേക്ക് പോയേ മതിയാവും, ഇല്ലാന്നുണ്ടെങ്കിലേ അവരെ എത്തിക്കേണ്ട ആ ഒരു സ്ഥലത്ത് എത്തിച്ചു കഴിഞ്ഞാൽ അവരെന്തായാലും നമ്മളെ കൊല്ലും, അതുകൊണ്ട് ഞാൻ എന്തായാലും അവൻ്റെ തോക്കെടുത്ത് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ പോവാണ്, ബ്രൈഡൽ ക്രീക്ക് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലം എത്തുമ്പോൾ നീ എന്തായാലും ബോട്ട് മറിക്കണം എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറയുന്നതും ഗെയിൽ പറയുന്നുണ്ടില്ല അങ്ങനെ ചെയ്യേണ്ടെന്ന് പറയുമ്പോൾ ഇല്ല ഇതല്ലാതെ നമുക്ക് വേറെ വഴിയില്ലെന്ന് പറഞ്ഞ് ടോം ഇപ്പോൾ പതിയെ വെളിയിലേക്ക് ഇറങ്ങും. എന്നിട്ട് ആ ഒരു തോക്കെടുക്കാനായിട്ട് വരുമ്പോഴത്തേക്കും അവൻ പെട്ടെന്ന് ചെറുതായിട്ടൊന്ന് അനങ്ങുന്നു. ഇത് കണ്ട ടോം കുറച്ചു നേരം അവിടെ നിന്ന് വീണ്ടും ആ ഒരു തോക്കെടുക്കാനായിട്ട് അടുത്തേക്ക് വരുമ്പോൾ പെട്ടെന്ന് ജെറി കണ്ണുറന്ന് ടോമിനെ കാണും. അപ്പോൾ ടോം എന്താ ചെയ്യുന്ന വെച്ചാൽ അവിടെ നിന്ന് ഒരു ഒറ്റ ഓട്ടം അത് കാടിനുള്ളിലേക്ക് ഓടി പോകുന്നതും ഇവൻ പെട്ടെന്ന് മുകളിലേക്ക് വെടിവെക്കും. ഈ ശബ്ദം കേട്ട് വേട് പെട്ടെന്ന് എഴുന്നേറ്റിട്ട് എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ ടോം അവിടേക്ക് ഓടിപ്പോയെന്ന് പറയുന്നതും വേട് ചെറിയുടെ അടുത്തേക്ക് വന്ന് അവനെ ഒരു ഒറ്റയടി നിന്നോട് ഞാൻ എന്താ പറഞ്ഞെന്നും പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു തോക്കും അതേപോലെ തന്നെ ലൈറ്റും വാങ്ങിയിട്ട് നമ്മുടെ ടോമിൻ്റെ പിറകെ പോവാണ്. അങ്ങനെ ടോമിനെ കാണിക്കുമ്പോഴത്തേക്കും ടോം ഇപ്പോൾ കുറേ ദൂരം ഓടിയിട്ട് അവസാനം മുകളിലേക്ക് പോകാനായിട്ട് വഴിയില്ല. അങ്ങനെ അവിടെ നിന്ന് ടോം പതിയെ പുറകിലേക്ക് വന്ന് അടുത്തുള്ളൊരു പാറയിൽ പിടിച്ചിട്ട് അതിന് മുകളിലേക്ക് ഇങ്ങനെ വലിഞ്ഞു കയറും. കൂടെ തന്നെ നമ്മുടെ വേടുമുണ്ട്. അപ്പോൾ വേട് ആ ഒരു ടോർച്ചും കയ്യിൽ തോക്കും കൊണ്ടുവന്ന് ഈ വഴി അവസാനിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ വേട് പെട്ടെന്ന് ഹേയ് ടോം നീ ഇവിടെ എവിടെയോ ഉണ്ടെന്ന് എനിക്കറിയാം, നിന്നെ എന്തായാലും ഞാൻ കണ്ടുപിടിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു ടോർച്ച് എല്ലാ വശത്തേക്കും അടിച്ചു നോക്കുന്നു. ടോം ആണെങ്കിലോ ഒരു പാറയിൽ പറ്റിയിങ്ങനെ ഇരിക്കുകയാണ് കാണാതിരിക്കാൻ വേണ്ടി. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് വേട് ഈ വെള്ളത്തിലൂടെ ഇറങ്ങി, അവനാണെങ്കിൽ നല്ലതുപോലെ നീന്താൻ അറിയത്തില്ല, അതുകൊണ്ട് തന്നെ അവൻ ഈ വശത്തൂടെ നടന്നു വരുമ്പോഴത്തേക്കും ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ നമ്മുടെ ടോമിനെ അവൻ കാണുന്നുണ്ട്. അപ്പോൾ വേട് പറയും ഓക്കെ ടോം നിന്നെ ഞാൻ എന്തായാലും കണ്ടുപിടിച്ചു, ഇനിയിപ്പോൾ എന്താ നിന്നെ ഞാൻ ഷൂട്ട് ചെയ്യാൻ പോവാണ്, അവിടെ തന്നെ ഇരുന്നോന്നും പറഞ്ഞ് അവൻ എയിം ചെയ്തിട്ട് ഇതിനെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് കൊള്ളുന്നില്ല. അപ്പോൾ വീട് പറയും കറക്റ്റായിട്ട് കൊള്ളുന്നില്ല, നിന്നെ കാണാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നു, ഞാൻ കുറച്ചുകൂടി ഉള്ളിലേക്ക് വരാൻ പോവാണെന്ന് പറഞ്ഞ് പതിയെ ആ ഒരു വെള്ളത്തിലൂടെ കുറച്ചുകൂടി മുന്നിലേക്ക് വന്നിട്ട് കറക്റ്റ് നമ്മുടെ ടോമിനെ ഷൂട്ട് ചെയ്യുന്നതും ടോമിന്റെ പിടി വിട്ടിട്ട് അവൻ നേരെ വെള്ളത്തിലേക്ക് വന്ന് വീഴുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കഴിയുന്നില്ല. അതുമല്ല വേടിനാണെങ്കിലോ അധികം നേരം ഇവിടെ നിൽക്കാനും കഴിയത്തില്ല. പെട്ടെന്ന് അവരെ ടോർച്ച് വെള്ളത്തിലേക്ക് വീഴുന്നതും അവൻ ആ ഒരു ടോർച്ച് വീണ്ടും കരയിലേക്ക് എടുത്തിട്ട് എല്ലാ വശത്തും അടിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ടോമിനെ അവിടെ എവിടെയും കാണുന്നില്ല. പാവം ടോം മരിച്ചെന്ന് തോന്നുന്നു. അങ്ങനെ വേട് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ഗെയില് അവനോട് ചോദിക്കുന്നത് അല്ല ടോം എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും അവനെ ഞാൻ ഷൂട്ട് ചെയ്തു, അവൻ മരിച്ചു എന്ന് പറയുന്നതും ഇവർക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴേക്കും ജെറിയും പറയുന്നുണ്ട് ഹേയ് ടോം നീ എന്തേ ഈ കാണിക്കുന്നത്, ഞാൻ നിന്നോടൊപ്പം വരുമ്പോൾ തന്നെ നീ പറഞ്ഞിരുന്നു ആർക്കും ഒരു അപകടവും സംഭവിക്കത്തില്ലെന്ന്, പക്ഷെ ഇപ്പോൾ രണ്ടുപേരും മരിച്ചു എന്ന് പറയുമ്പോൾ
വേട് പറയും അതിനിപ്പോ ഞാനെന്ത് ചെയ്യാനാ, അവ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു, അവനെ ഞാൻ കൊല്ലേണ്ടി വന്നു എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഇത് കേട്ട് നമ്മുടെ ഗെയിലിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ അവൾ കരയുന്നില്ല. അപ്പോൾ വേട് പറയും എന്തു പറ്റി, കണ്ണുനീരൊന്നും വരുന്നില്ലല്ലോ, അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻ അത്ര നല്ലതുപോലെ പോകുന്നില്ല എന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ ഗെയിൽ പെട്ടെന്ന് അവിടെ അടുത്തേക്ക് വന്നിരുന്നിട്ട് ഇല്ല വേട്, നിന്നെ എന്തായാലും ഞാൻ കൊല്ലും, നിന്നെ ഞാൻ തന്നെ കൊല്ലുമെന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്കാണ് വേട് അവളുടെ മുന്നിലേക്ക് വന്നിട്ട് ദേ ഇവിടെ ഇപ്പോ ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ഞാനാണ്, എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിന്റെ മകനെയും നിന്നെയും എന്തു വേണമെങ്കിലും ചെയ്യാം, അതിനുള്ള എല്ലാ അധികാരവും എനിക്കുണ്ടെന്ന് പറയുമ്പോൾ ഗെയിൽ അങ്ങനെ അവന്റെ മുഖത്തേക്ക് നോക്കിയിട്ടാണ് പറയുന്നത് വേട്, നീ കുറെ നേരമായിട്ട് മറ്റുള്ളവരെ കൊന്നു കൊല്ലും എന്നെല്ലാം പറഞ്ഞിട്ട് പേടിപ്പിക്കുന്നുണ്ട്, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ചെയ്ത് കാണിക്ക്, എന്ത് വേണമെങ്കിലും ചെയ്തോന്ന് പറഞ്ഞിങ്ങനെ പറയുമ്പോഴത്തേക്കും അവൻ അതിനുള്ള ധൈര്യമില്ല, അവനങ്ങനെ മാറിപ്പോവാണ്. അങ്ങനെ അവരവിടെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഇവിടെ നമ്മുടെ ടോം ഉണ്ടല്ലോ, അവനിപ്പോൾ മലയുടെ മുകളിലേക്ക് കയറി വരുന്നുണ്ട്. എന്താന്ന് വെച്ചാല് അവൻ മരിച്ചിട്ടില്ല. അങ്ങനെ അവൻ ആ ഒരു മലയുടെ മുകളിലേക്ക് കയറി ഇരുന്ന് ഇവരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. വേടാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് നല്ലതുപോലെ ഉറങ്ങി. ഇപ്പോൾ അത് കഴിഞ്ഞ അടുത്ത ദിവസം ആവുന്നതും എല്ലാവരും എഴുന്നേൽപ്പിച്ചിട്ട് ഓക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോവാന്ന് പറഞ്ഞ് ബാഗെല്ലാം പാക്ക് ചെയ്ത് ആ ഒരു ബോട്ടിലേക്ക് വെച്ച് കെട്ടുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ട് നമ്മുടെ ടോം ഇവിടെ ഇരിപ്പുണ്ട്. അതുമല്ല ഇവരെ ഈ പുഴയിലൂടെ പോകുമ്പോഴത്തേക്കും അവരോടൊപ്പം തന്നെ പോകണമല്ലോ, അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ ഒരു മലയുടെ മുകളിലേക്ക് കയറണം, അങ്ങനെയാണെങ്കിൽ ഇവരെ പുറകെ പോകാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെ ടോം ഈ മലകളിലൂടെ പിടിച്ച് പതിയെ നടന്നിങ്ങനെ പോകുമ്പോഴത്തേക്കും കാല് തെറ്റിക്കഴിഞ്ഞാൽ എന്തായാലും താഴെ വീഴും, ആ അവസ്ഥയിലാണ് പോകുന്നത്. അതേസമയം ഇവൻ മലയുടെ മുകളിലേക്ക് കയറുന്നല്ലോ, ആ വഴിയെ തന്നെയാണ് ഇവരെല്ലാവരും ബോട്ടിൽ വരുന്നതും. അങ്ങനെ ഇവർ വരുമ്പോഴത്തേക്കും ടോം അവർ കാണാതിരിക്കാൻ വേണ്ടി അവിടെ തന്നെ പിടിച്ചതിന് നിൽക്കും, താഴെ വീഴാതെ. പക്ഷെ ചെറിയ ചെറിയ കല്ലുകളൊക്കെ താഴേക്ക് വീഴുന്നുണ്ട്. അവൻ വല്ലതും കണ്ടു കഴിഞ്ഞാലേ ടോമിന്റെ കാര്യം അതോടെ കഴിഞ്ഞു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഇവർ കാണുന്നില്ല. പെട്ടെന്നൊരു ചെറിയ വളവുണ്ട്, അത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകുന്നതും ടോമിന്റെ പിടി അങ്ങ് വിടുന്നതും ടോം നേരെ വന്ന് വെള്ളത്തിലേക്ക് വീഴും. ആ ശബ്ദം ഇവർ കേൾക്കുന്നുണ്ട്. പക്ഷെ അത് വലിയ കാര്യമാക്കാതെ ഇവർ വീണ്ടും മുന്നിലേക്ക് തന്നെ പോവാണ്. അങ്ങനെ ടോം അവിടെ നിന്ന് നീന്തി കരയിലേക്ക് കയറിയിട്ട് വീണ്ടും മുകളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് മാഗി ഉണ്ടല്ലോ, അവൾ ഓടി വന്നിട്ട് ടോമിനെ നക്കുന്നു. അപ്പോൾ ടോം പറയും ഹേയ് മാഗി, നീ ഇപ്പോഴും ജീവനോടുണ്ടോ, നല്ല കുട്ടിയെന്നെല്ലാം പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും അവരോടൊപ്പം പോകണം ബാ എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും അവരെ ഫോളോ ചെയ്ത് പോവാണ്. അങ്ങനെ ബോട്ടിൽ പോകുമ്പോഴത്തേക്കാണ് ജെറി റോർക്കിനോട് പറയുന്നത് ഹേ റോർക്ക്, വേട് അവൻ പറയുന്നത് കേൾക്കാതെ എനിക്ക് വേറെ വഴിയില്ല, അവനാണെങ്കിൽ ഏത് സമയവും ജയിലിൽ പോകാനായിട്ട് തയ്യാറാണ്, പക്ഷേ എനിക്കിനി ജയിലിലേക്ക് പോകാനായിട്ട് വഴിയാ, അതുകൊണ്ടാണ് അവൻ പറയുന്നതെല്ലാം ഞാൻ കേൾക്കുന്നത് എന്ന് പറയുമ്പോൾ റോർക്ക് പറയും അതിനെനിക്കെന്താ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴേക്കാണ് വേട് അവന്റെ ആ ഒരു തോക്കെടുത്തിട്ട് അതിലെ ബുള്ളറ്റുകളുണ്ടല്ലോ അത് ഓരോന്നായിട്ട് ഊരി, സോറി അതിന്റെ ആ ഒരു ഷെല്ലുകളാണെന്ന് തോന്നുന്നു, ബുള്ളറ്റാണോ ഷെല്ലാണോ കറക്റ്റായിട്ട് അറിയത്തില്ല, അത് ഓരോന്നായിട്ട് ഊരിയിട്ട് ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ അടിച്ചു കളയും കൈ കൊണ്ട്. അപ്പോൾ ഒരു 3 എണ്ണം അവൻ ഈ ഒരു വെള്ളത്തിലേക്ക് ഇങ്ങനെ എറിയുമ്പോഴത്തേക്കും നമ്മുടെ ഗെയിലിന് മനസ്സിലായി ആ തോക്കിൽ എന്തായാലും ബുള്ളറ്റ് ഉണ്ടാവത്തില്ല എന്നുള്ള രീതിയിൽ അവള് പതിയെ ആ ഒരു തുഴയുണ്ടല്ലോ അത് കെട്ടഴിക്കും. എന്നിട്ട് അത് പതിയെ മുകളിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കാണ്. ഇവരാണെങ്കിൽ അത് ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോൾ വേട് ജെറിയോട് പറയും ജെറി ആ ബുള്ളറ്റിങ് എടുക്കാൻ പറയുന്നതും ഗെയിലിന് മനസ്സിലായി എന്തായാലും ബുള്ളറ്റ് ഇല്ല, അതുകൊണ്ടാണ് ഇവൻ ബുള്ളറ്റ് ചോദിക്കുന്നത് എന്നും പറഞ്ഞ് പെട്ടെന്ന് എഴുന്നേറ്റ് ആ ഒരു തുഴയെടുത്ത് ആദ്യം വേടിനെ അടിച്ചങ്ങ് വെള്ളത്തിലേക്ക് ഇടും. അവൻ വെള്ളത്തിലേക്ക് വന്ന് വീഴുമ്പോഴത്തേക്കും ജെറി എഴുന്നേൽക്കുന്നതും ജെറീനെ കുത്തി വെള്ളത്തിലേക്ക് ഇടുന്നു. എന്നിട്ട് വീണ്ടും ആ ഒരു തുഴയെടുത്ത് ബോട്ടിലേക്ക് വെച്ച് ഈ ബോട്ട് പെട്ടെന്ന് തുഴയായിട്ട് വരുമ്പോൾ റോർക്ക് പറയുന്നുണ്ട് അമ്മ അങ്ങനെ തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറയുന്നതും അതിന് മുന്നേ തന്നെ വേട് വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റ് ഹേ ഗെയിൽ, എന്റെ കയ്യിൽ ഇനി 2 ബുള്ളറ്റും കൂടിയുണ്ട് എന്ന് പറയുന്നതും വേറെ വഴിയില്ല, രക്ഷപ്പെട്ടു പോകാൻ കഴിയത്തില്ല, അവൻ എന്തായാലും ഇവരെ ഷൂട്ട് ചെയ്യും, അതുകൊണ്ട് വീണ്ടും അവനെ എടുത്ത് ആ ബോട്ടിൽ തന്നെ പോവാണ്. അപ്പോഴേക്കാണ് നമ്മുടെ ടോമും മാഗിയും ഇവർ രണ്ടുപേരും പെട്ടെന്ന് തന്നെ അടുത്തുള്ളൊരു മലയുടെ മുകളിലേക്ക് കയറും. അവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു പുഴ നല്ലതുപോലെ കാണാൻ കഴിയും. ഓക്കെ അവൾ വരുന്ന വഴി ഇതാണെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് മറ്റൊരു വശത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു കുത്തൊഴുക്കുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് അവൾ എന്തായാലും ബോട്ട് മറിക്കാൻ പോകുന്നത്. ഇവിടെ വെച്ചിട്ട് അവൾക്ക് സിഗ്നൽ കൊടുക്കാമെന്ന് പറഞ്ഞ് ടോം അവിടെ ഇരുന്നിട്ട് ഈ ഒരു തീ കത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അങ്ങനെ ഇവരാണെങ്കിലോ ആ ഒരു ഒഴുക്കിന്റെ ഭാഗത്തേക്ക് എത്തി. അപ്പോഴേക്കും തന്നെ എല്ലാവരും ആ ഒരു ലൈഫ് ജാക്കറ്റൊക്കെ എടുത്തിട്ടിട്ട് ഇപ്പോൾ രണ്ടുപേരോട് 2 വശങ്ങളിലായിട്ട് പോയി ഇരിക്കാൻ പറയും. അപ്പോൾ വേട് മുന്നിലും ജെറി പുറകിലായിട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് ഗെയിൽ ഇപ്പോൾ ബോട്ട് തുഴഞ്ഞ് മുന്നിലേക്ക് പോകുന്നു. എന്നിട്ട് ഇവള് ബോട്ട് വല്ലാത്ത രീതിയിൽ തിരിക്കുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും പേടിച്ചിരിക്കുമ്പോൾ ഗെയിൽ പറയും പേടിക്കണ്ട, ഞാൻ ഏതായാലും ബോട്ട് സ്ഥിരതപ്പെടുത്തുകയാണ് എന്നും പറഞ്ഞ് ആ ഒരു ഒഴുക്കിലേക്ക് കൊണ്ടുവരുന്നതും ഇവിടെ മുകളിൽ നമ്മുടെ ടോം ആണെങ്കിലോ ആ തീ കത്തിച്ചിട്ട് പുക ഒരു പ്രത്യേക രീതിയിൽ നിർത്തി ഇങ്ങനെ മുകളിലേക്ക് വിടും. എന്നിട്ട് ഗെയിൽ ഇതിലേക്ക് നോക്കെന്നും പറഞ്ഞിട്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇവർ ആ ഒരു ഒഴുക്കിലേക്ക് ബോട്ട് ഇറക്കുന്നതും ഗെയിൽ എന്തായാലും അത് കണ്ടു. അതുകൂടെ തന്നെ അവൾക്ക് കാര്യം മനസ്സിലായിട്ട് ഈ ഒഴുക്കിലെത്തുമ്പോഴത്തേക്കും ഈ വെള്ളം കുത്തൊഴുക്കിലേക്ക് വീഴുമ്പോൾ എങ്ങനെയാണെന്നറിയാലോ, അടിയിൽ ചെന്നിട്ട് നല്ലതുപോലെ കിടന്ന് ചുറ്റും. അതുകൊണ്ട് ബോട്ടും അവിടെ കിടന്ന് തന്നെ ചുറ്റാണ്. ഇതിനിടയിൽ അവളുടെ തുഴ ജെറിയുടെ കഴുത്തിൽ തട്ടി അവൻ പെട്ടെന്ന് വെള്ളത്തിലേക്ക് വന്ന് വീഴും. എന്നിട്ട് അവൻ ഒഴുകി ഇങ്ങനെ നടക്കുമ്പോൾ
വേഡ് പറയുന്നുണ്ട് അവനെ രക്ഷിക്കാനായിട്ട്. പക്ഷെ ഇവിടെ നിന്നും ബോട്ട് മുന്നോട്ട് കൊണ്ടുപോയാലേ മതിയാവൂ. അങ്ങനെ ഒരു വിധത്തിൽ ബോട്ട് അവിടെ നിന്ന് മാറ്റി ഇപ്പോൾ ജെറിയെ ആ ബോട്ടിലേക്ക് കയറ്റുന്നുണ്ട്. അതുമല്ല, ഗെയിലിന് മനസ്സിലായി ടോം ജീവനോടെ ഉണ്ടെന്ന്. അതുകൊണ്ട് അവൾക്ക് ഇത്തിരി ആശ്വാസമുണ്ട്. എന്നിട്ടാണ് ഇവർ രണ്ടുപേരോടും പറയുന്നത്, ഓക്കെ ഇനി നമ്മൾ അടുത്തത് ചെല്ലാൻ പോകുന്നത് മിനി നയാഗ്രയിലേക്കാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും കൺട്രോൾ ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെ സഹായം വേണം എന്ന് പറഞ്ഞ് ഇവർക്ക് രണ്ടുപേർക്കും ഓരോ തുഴ വീതം കൊടുക്കും. എന്നിട്ട് മുന്നിൽ നിന്ന് ഞാൻ പറയുന്നത് പോലെ ചെയ്യാൻ പറയും. എന്താണ് ചെയ്യേണ്ടതെന്നല്ല ഞാൻ കറക്റ്റായിട്ട് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവിടെ നമ്മുടെ ടോമും മാഗിയും ഇവർ രണ്ടുപേരും ആ ഒരു മലയിൽ നിന്നും താഴേക്ക് ഇറങ്ങാണ്. എന്നിട്ട് രണ്ടുപേരും ഓടി ഓടി അവസാനം എത്തുന്നതോ ഈ മിനി നായകര എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്തേക്ക്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ടോം ഇപ്പോൾ മാഗിയോട് പറയും, മാഗി നമുക്ക് രണ്ടുപേർക്കും ഇതിനപ്പുറത്തേക്ക് പോകണമെന്ന് പറയും. കാരണം അവിടെ വലിയ 2 ടവർ ഉണ്ട്, അതിലൂടെയുള്ള കേബിളും ഇവിടെയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എന്തോ ചെയ്യാനാണ് ടോം പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ 1 2 3 എന്ന് പറഞ്ഞ് ടോം നേരെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയിട്ട് ഇപ്പോൾ മാഗിയോട് ചാടാൻ പറയുമ്പോൾ മാഗി കുറച്ചു നേരം ഒന്ന് പതറും വെള്ളത്തിലേക്ക് ചാടാൻ വേണ്ടി. അത് കഴിഞ്ഞ് അവൾ എന്തായാലും വെള്ളത്തിലേക്ക് ചാടിയിട്ട് ഇപ്പോൾ രണ്ടുപേരും നീന്തി കരയിലേക്ക് എത്തുകയാണ്. എന്നിട്ട് നീന്തി നീന്തി ഒരു വിധത്തിൽ രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ല. രണ്ടുപേരും കരയിലേക്ക് കയറിയിട്ട് ആ ഒരു കേബിൾ വെച്ച് ടോം എന്തോ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട്. അതേസമയം ഇവരാണെങ്കിലോ ആ ഒരു വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് എത്തുമ്പോൾ ഗെയിൽ പറയും, ഓക്കെ നമുക്ക് ബോട്ട് ഇവിടെ നിർത്തിയിട്ട് അപ്പുറത്ത് എന്താണെന്ന് നോക്കാമെന്ന് പറഞ്ഞ് ബോട്ട് അവിടെ നിർത്തി രണ്ടുപേരും മുകളിലേക്ക് കയറും. അപ്പോൾ ജെറി ആണെങ്കിലോ റോർക്കിന് മൂത്രം ഒഴിക്കാൻ വേണ്ടി ഒരു വശത്തേക്ക് മാറി നിൽക്കുന്നു. ഗെയിലും വേഡും മുകളിലേക്ക് കയറി നിന്നിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ ഒഴുക്ക് എങ്ങനെയാണ് ഇതെല്ലാം നല്ലതുപോലെ നിരീക്ഷിക്കുന്നുണ്ട്. എന്നിട്ട് ഗെയിൽ ഇതിലേക്ക് പോകേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. അവിടെയാണ് മറ്റൊരു കാര്യം, മറ്റേ ജോണി എന്ന് പറഞ്ഞ ആ ഒരു റേഞ്ചർ ഉണ്ടല്ലോ, അവൻ ഇവരെ ഫോളോ ചെയ്ത് ഇവിടെ വരെ വന്നു. അപ്പോൾ ജെറി നമ്മുടെ റോർക്കിനെ പിടിച്ചിട്ട് അവൻ്റെ മുഖം ഇങ്ങനെ മൂടിയിട്ട് മിണ്ടിക്കഴിഞ്ഞാൽ നിൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കും, അതുകൊണ്ട് അനങ്ങാതിരിക്കാൻ പറയും. അപ്പോഴേക്കും ജോണി ആണെങ്കിലോ ഇവരെ കാണുമ്പോഴത്തേക്കും വേഡ് പറയും, ഓക്കെ ഇനി അവനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നീ എന്നെ സപ്പോർട്ട് ചെയ്തേ മതിയാവുള്ളൂ പറഞ്ഞ് ഇപ്പോൾ ജോണിയെ കാണുമ്പോൾ, ഹേയ് ജോണി നീ എവിടേക്കാന്ന് ചോദിക്കുമ്പോൾ ജോണി പറയും, അല്ല നിങ്ങളെന്താ ഈ ഭാഗത്തേക്ക്, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് അറിയത്തില്ലേ. അപ്പോൾ വേഡ് പറയും, ഹേയ് അതൊന്നുമല്ല, ഈ സ്ഥലത്തേക്ക് ഗെയിൽ പോയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ കൊണ്ടുപോകാന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് വന്നതെന്ന് പറയുമ്പോൾ, അല്ല ബാക്കിയുള്ളവരെവിടെ? അവരെല്ലാവരും ഇതിൻ്റെ അവസാനം നിൽപ്പുണ്ട്, ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ടെന്ന് പറയും. അപ്പോൾ ഗെയിലും പറയുന്നുണ്ട്, അതെ അത് ശരി തന്നെയാണ്, എന്തായാലും ഒരു തവണ കൂടി ഇവിടേക്ക് പോകാമെന്ന് വെച്ചു എന്ന് പറയുമ്പോൾ ജോണി പറയും, ഇല്ല അവിടേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയത്തില്ല, ഇവിടെ ഒരുപാട് അപകടം സംഭവിച്ചായിട്ട് നിങ്ങൾക്ക് അറിയാലോ, അതുകൊണ്ട് എന്തായാലും നിങ്ങളെ വിടാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഗെയിൽ പറയും, ഇല്ല ജോണി നിനക്ക് ഞങ്ങളെ കണ്ടില്ല എന്നൊന്നും അഴിച്ചൂടെ, എന്തായാലും നിനക്ക് ഞങ്ങളെ അറിയാലോ, ഞാൻ എന്തായാലും അത് ചെയ്യുമെന്ന് പറയുമ്പോൾ ജോണി സമ്മതിക്കുന്നില്ല. അപ്പോഴേക്കാണ്ട് വേഡ്, ഗെയിൽ അവൻ പറയുന്നത് കേൾക്ക്, ജോണി പറയുന്നതാണ് ശരി, അത് അപകടമാണ്, ഇനി ഒരിക്കലും നമുക്ക് അഭിനയിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് തോക്കെടുത്ത് വേഡ് ജോണി അങ്ങ് ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ ജോണി താഴേക്ക് വീഴുന്നതും വേഡ് ഇപ്പോൾ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവനെ അങ്ങനെ പിടിച്ച് എടുത്തിട്ട് ഒറ്റയേറ് വെള്ളത്തിലേക്ക്. അങ്ങനെ ജോണിയും അവിടെ വെച്ച് തന്നെ മരിക്കുകയാണ്. ജോണി ഇപ്പോൾ ആ ഒരു ഒഴുക്കിലൂടെ ഒഴുകി അങ്ങ് പോവുകയും ചെയ്യുന്നു. ഇത് കണ്ട ഗെയിലിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ആ അവസ്ഥയിലായിപ്പോയി. എന്നിട്ട് തിരിച്ച് ബോട്ടിനടുത്തേക്ക് വന്നിട്ട്, ഓക്കെ ഇനി നമുക്ക് പ്ലാൻ ചെയ്യാനൊന്നുമില്ല, പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാമെന്നും പറഞ്ഞ് ഇവിടെ നമ്മുടെ ടോമിനെ കാണിക്കുമ്പോൾ ടോം എന്താ ചെയ്യുന്ന വെച്ചാൽ ഇവിടെ ഈ കത്തിക്കരിഞ്ഞ തടിയൊക്കെ ഉണ്ട്, അത് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വലിയൊരു മരത്തടിയുണ്ട് മറിഞ്ഞു വീണത്, അതിൽ എന്തൊക്കെയോ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നു. എന്താണെന്ന് വെച്ചാൽ അത് ആ ഒരു സൈൻ ലാംഗ്വേജിലുള്ള കാര്യമാണ് ഇവിടെ എന്തോ ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ ഈ ടവറിന് മുകളിലുള്ള ആ റോപ്പ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് അതിൻ്റെ അറ്റത്ത് ഈ ഒരു വെയിറ്റ് എല്ലാം വെച്ച് കെട്ടി അവൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ടോം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവരെ കാണിക്കുമ്പോഴത്തേക്കും ഇവരാണെങ്കിലോ ഇപ്പം ആ ഒരു ബോട്ട് എടുത്തിട്ട് ഈ ഒരു ഒഴുക്കിലേക്ക് പോകാൻ പോവാണ്. എന്നിട്ട് മുന്നിൽ വേഡിനെ ജെറിനെ നിർത്തി അവരോടും ഗെയിൽ പറയുന്നത് പോലെ തന്നെ തുഴയാൻ പറയും. അങ്ങനെ തുഴഞ്ഞ് ഇവർ ആദ്യത്തെ ഒരു ഒഴുക്ക് ഒരു വിധത്തിൽ തരണം ചെയ്ത് ഇപ്പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് മുന്നിലേക്ക് വരുമ്പോഴത്തേക്കും വേഡ് പെട്ടെന്ന് വെള്ളത്തിലേക്ക് വീഴും. അങ്ങനെ അവനെ വലിച്ചു കയറ്റിയിട്ട് വീണ്ടും മുന്നിലേക്ക് പോവാണ്. ഇത്തവണയാണെങ്കിൽ നമ്മുടെ ഗെയിലിന് ഇവരെ വിട്ടിട്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇപ്പോൾ ഇവരെ ബോട്ടിൽ നിന്ന് അടിച്ചു കളഞ്ഞാലും ഗെയിലിന് ഒറ്റയ്ക്ക് ഇത് തുഴഞ്ഞ് സർവൈവ് ചെയ്ത് പോകാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് അവൾക്കും ഇവരുടെ ആവശ്യമുള്ളത്. അതുകൊണ്ട് തന്നെ വീണ്ടും മുന്നിലേക്ക് വന്ന് അടുത്തൊരു വലിയ കുത്തൊഴുക്കുണ്ട്, അതും ഒരു വിധത്തിൽ ഇവർ മറികടന്ന് വരുന്നുണ്ട്. അപ്പോഴേക്കും തന്നെ നമ്മുടെ വേഡും ജെറിയും നല്ലതുപോലെ തളർന്നു, അവർക്കൊണ്ട് ഇനി കഴിയത്തില്ല എന്ന് പറയും. അപ്പോഴും നോക്കുമ്പോഴത്തേക്കാണ് അടുത്തൊരു ഒഴുക്ക്, അതിലേക്ക് ഈ ബോട്ട് ഇറക്കി ഇവരെന്തായാലും മറിയാതെ ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് അത് കഴിഞ്ഞ് മുന്നിലേക്ക് വരുമ്പോഴത്തേക്കാണ് അവിടെയുള്ള ആ ഒരു വലിയ മരത്തിൽ ടോം എഴുതി വെച്ച ആ ഒരു കാര്യം ഗെയിൽ കാണുന്നത്. അങ്ങനെ അത് മനസ്സിലാക്കുന്നതും ഗെയിൽ പറയും, ഓക്കെ ബോട്ടൊന്ന് കരയിലേക്ക് ഒതുക്കാൻ പറയും. ഇവർ ചോദിക്കും എന്തു പറ്റി, ഇല്ല എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ് ബോട്ട് കരയിലേക്ക് കൊണ്ട് നിർത്തുമ്പോഴത്തേക്കും അതിനടിയിലൂടെ ആയിരുന്നു
നമ്മുടെ ടോം റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു കെണിയുള്ളത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു റോപ്പ്. അതുമല്ല മാഗി ആണെങ്കിൽ ഇവരെ കണ്ട് ഓടി കരയിലേക്ക് വന്നിട്ട് അവരെ നോക്കി കുരയ്ക്കുന്നതും ഇവരുടെ ശ്രദ്ധ ആ ഒരു വശത്തേക്ക് തിരിയുമ്പോൾ ടോം ആ ഒരു ബാരൽ തള്ളി അങ്ങ് താഴേക്കിടും. അപ്പോൾ ഈ വെള്ളത്തിനടിയിൽ കിടക്കുന്ന ആ ഒരു റോപ്പ് വലിയുന്ന സമയത്ത് ബോട്ട് അങ്ങ് തെറിക്കുമ്പോൾ അതിൽ നിന്ന് ജെറി തെറിച്ച് താഴേക്കൊന്ന് വീഴും. ആ സമയം കൊണ്ട് വേഡ് തൻ്റെ കയ്യിലുള്ള ആ ഒരു തോക്കെടുത്ത് അറ്റാക്ക് ചെയ്യാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഗെയിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ തുഴ വെച്ചിട്ട് ആ ഒരു തോക്കടിച്ചങ്ങ് വെള്ളത്തിലേക്ക് ഇടും. ഈ സമയം കൊണ്ട് ടോം വെള്ളത്തിനടിയിലേക്ക് ചാടും. എന്നിട്ട് നീന്തി നീന്തി ഈ ബോട്ടിനടുത്തേക്ക് വന്നിട്ട് എഴുന്നേറ്റ് വന്ന് ഈ ഒരു ബോട്ട് പിടിച്ചിട്ട് ഒറ്റത്തള്ള്. അപ്പോഴേക്കും വേഡും തെറിച്ച് വെള്ളത്തിലേക്ക് വന്ന് വീഴുന്നു. ആ സമയം കൊണ്ട് ഗെയിലാണെങ്കിലോ അവളുടെ കാലിലെ ആ ഒരു കെട്ടഴിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും ജെറി ഈ ബോട്ടിലേക്ക് കയറാനായിട്ട് വരുമ്പോൾ റോർക്ക് പെട്ടെന്ന് അമ്മ അതേ അവനെന്ന് പറയുന്നതും ഗെയിൽ എഴുന്നേറ്റിട്ട് ആ ഒരു തുഴ കൊണ്ട് അവന്റെ കൈയിലേക്ക് രണ്ടടി. കൈ നല്ലതുപോലെ മുറിഞ്ഞിട്ടുണ്ട്, നല്ല വേദനയുണ്ട്. അതുകൊണ്ട് ഒരു കൈ അവനെ അനക്കാൻ കഴിയത്തില്ല. ഈ സമയം കൊണ്ട് നമ്മുടെ ടോം ആണെങ്കിലോ വേഡിനെ പിടിച്ചിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് മുക്കി അവനെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. കുറേ നേരം അങ്ങനെ തന്നെ പിടിച്ചു വെക്കുന്നതും ജെറി ഇപ്പോൾ വീണ്ടും കരയിലേക്ക് കയറാൻ വരുമ്പോൾ ഗെയിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ പണം അടങ്ങിയ ആ ഒരു ബാഗ് ഉണ്ടല്ലോ അതെടുത്ത് വെള്ളത്തിലേക്ക് ഒരു ഒറ്റ ഏറ്. ഇപ്പൊ അത് പിടിക്കാൻ വേണ്ടി ജെറിക്ക് പോയേ മതിയാവൂ. ഈ സമയം കൊണ്ട് വേടെന്താ ചെയ്യുന്ന വെച്ചാൽ വെള്ളത്തിനടിയിൽ കിടന്ന് ശ്വാസം മുട്ടാണ്. ഇവ കൈ മടക്കി ടോമിന്റെ കാലിനിടയിലേക്ക് ഒരു ഒറ്റയിടി. ഇടി കൊണ്ട് ടോം പെട്ടെന്ന് താഴെ വീഴുന്നതും ഈ സമയം കൊണ്ട് ഗെയില് വെള്ളത്തിൽ കിടക്കുന്ന ആ ഒരു തോക്ക് കണ്ടു. അതൊരു പാറയുടെ മുകളിൽ കിടക്കാണ്. അപ്പോൾ റോർക്കിനോട് പറയും, റോർക്ക് നീ എങ്ങനെയെങ്കിലും ഇത് കൺട്രോൾ ചെയ്ത് പിടിക്കുന്നു പറഞ്ഞ് ആ ബോട്ട് അവനോട് തുഴയാൻ പറഞ്ഞിട്ട് ഗെയിൽ ഈ ഒരു ബോട്ടിൽ തന്നെ കിടന്ന് കൈ എത്തി ആ ഒരു തോക്ക് എടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അത് അവളുടെ കയ്യിൽ കിട്ടുന്നില്ല. റോർക്കാണെങ്കിലും ശ്രമിക്കുന്നുണ്ട് ബോട്ട് തുഴയാനായിട്ട്. ഈ സമയം കൊണ്ട് വേട് എഴുന്നേറ്റ് ടോമിനെ നല്ലതുപോലെ ഇടിക്കും. ഇടിച്ചിടിച്ച അവസാനം ടോം നേരെ ജെറിയുടെ അടുത്തേക്ക് എത്തുന്നതും ജെറി തൻ്റെ കയ്യിലുള്ള ആ ഒരു കത്തിയെടുത്ത് ടോമിനെ കുത്താനായിട്ട് നിൽക്കുന്നു. വേടാണെങ്കിലോ ആ ഒരു ബാഗ് പിടിച്ചിട്ട് തിരിച്ച് ഈ ബോട്ടിനടുത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും അതിന് മുന്നേ തന്നെ ഗെയില് കൈയെത്തി ആ ഒരു തോക്ക് അങ്ങെടുത്തു. എന്നിട്ട് ഇവരോട് പറയും, അനങ്ങരുത്, ഞാൻ എന്തായാലും ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ നിൽക്കുമ്പോൾ വേട് പേടിക്കും. എന്നിട്ട് ജെറിയോട് പറയും, ഓക്കെ ടോമിനെ വെറുതെ വിട് എന്നും പറഞ്ഞ് ഗെയിലിനോട് പറയും, ഗെയിൽ ഇത് മാത്രമേ ഉള്ളായിരുന്നു ഞങ്ങൾക്ക് ആവശ്യം. ഈ സ്ഥലത്ത് ഇറക്കി വിടാൻ തന്നെയാണ് ഞങ്ങളും ആഗ്രഹിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോവാം. നിനക്ക് നിന്റെ ഫാമിലിയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാം. നീ എന്നെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ നിനക്ക് നിന്റെ ഫാമിലിയോടൊപ്പം നിൽക്കാനായിട്ട് കഴിയത്തില്ല എന്നെല്ലാം പറഞ്ഞ് അവളുടെ മനസ്സ് മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അവളും വിചാരിക്കും, ഓക്കെ ഇവർ പറഞ്ഞത് ശരി തന്നെയാണ്, ഇവരെന്തായാലും ഇവിടെ നിന്ന് പോട്ടെ, ഇവരെ വെറുതെ വിട്ടാൽ മതി എന്നുള്ള രീതിയിൽ അവൾ തോക്കെടുത്ത് മുകളിലേക്ക് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കാണ് അടിപൊളി. ബുള്ളറ്റ് തോക്ക് ഫയർ ആവുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അതിൽ ഒരു ബുള്ളറ്റ് മാത്രമേ ഉള്ളായിരുന്നു. അത് കറക്റ്റ് സമയത്ത് ലോഡായിട്ട് കിട്ടിയില്ല. അപ്പോൾ വീട് പറയും, ഓക്കെ അപ്പോൾ ഇനി എന്തിനു ഞാൻ നീ പറയുന്നത് കേൾക്കണം, വെറുതെ സംസാരിച്ച് നിൽക്കാൻ സമയമല്ല. ഹേയ് ജെറി അവനെ കൊന്നേക്ക്, അതേപോലെ തന്നെ അവൻ്റെ മകനെയും പിടിച്ച് കൊന്നേക്കാൻ പറയുന്നതും ഗെയിൽ നോക്കുമ്പോഴത്തേക്കും ബുള്ളറ്റ് ഒരെണ്ണം ഉണ്ടല്ലോ അത് കറക്റ്റ്. ഇപ്പോൾ അവൾ കറക്കി അത് ലോഡ് ചെയ്തിട്ട് ഹിത്തവണ പറയും, ഇല്ല ഇനി ഞാൻ എന്തായാലും ഷൂട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ വേട് നോക്കുമ്പോഴത്തേക്കും ആ തോക്കിനുള്ളിലൂടെ തന്നെ ബുള്ളറ്റ് അവൻ കാണുന്നുണ്ട്. എന്നിട്ട് ഓടി മുന്നിലേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ ഗെയിൽ അങ്ങനെ വേടിന്റെ നെഞ്ചിലേക്ക് ഷൂട്ട് ചെയ്ത് കൊടുക്കുന്നതും അവൻ തെറിച്ച് വെള്ളത്തിലേക്ക് വന്ന് വീഴാണ്. അതല്ല അവൻ്റെ കയ്യിൽ ആ ഒരു ബാഗ് ഒരുപ്പുണ്ട്. അങ്ങനെ ഇവൻ ഒഴുകി ഒഴുകി പോകുന്നതും വേടില്ലാന്നുണ്ടെങ്കിൽ ജെറിക്ക് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് ജെറി ടോമിനെ ഒന്നും ചെയ്യത്തില്ല, അവനും അത് തന്നെ നോക്കി നിൽക്കാണ്. അങ്ങനെ ഇവർ നോക്കി നിൽക്കുമ്പോഴത്തേക്കും വേട് ഇപ്പോഴും മരിച്ചിട്ടില്ല. അവനാണെങ്കിൽ ഒരു പാറയിൽ പിടിച്ചിട്ട് അങ്ങനെ കിടക്കുന്നു. പക്ഷെ കുറച്ചു നേരം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് അവൻ മരിച്ച് ഈ വെള്ളത്തിലേക്ക് ഒഴുകി പോകുന്നതും ഇപ്പോഴാണ് ഇവർക്ക് സമാധാനമായത്. അതോടെ ഇവരെല്ലാവരും രക്ഷപ്പെട്ടു. എല്ലാവരും വന്ന് കെട്ടിപ്പിടിക്കുമ്പോഴത്തേക്കും കുറെ കഴിഞ്ഞിട്ട് അവിടേക്ക് ഹെലികോപ്റ്റർ വരികയാണ്. അതേപോലെ ജെറിയെ പോലീസുകാരെ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. കൂടാതെ വേടിന്റെ ശരീരം ഇവർ വെള്ളത്തിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും അവിടെ നിന്ന് കൊണ്ടുപോകുന്നതും ഇപ്പോൾ ഒരു പോലീസുകാരൻ വന്നിട്ട് നമ്മുടെ റോർക്കിനോട് നടന്ന കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അവൻ ഇത്രയും നേരം നടന്ന ആ ഒരു കാര്യങ്ങളെല്ലാം ഈ പോലീസുകാരനോട് പറയുന്നതും, ഓക്കെ ആ സമയത്ത് നിന്റെ അമ്മ എന്ത് ചെയ്യുമായിരുന്നു, എന്നെ രക്ഷിക്കാൻ ശ്രമിക്കുമായിരുന്നു, അച്ഛനും ഞങ്ങളെല്ലാവരും രക്ഷിക്കാൻ ശ്രമിക്കുമായിരുന്നു എന്ന് പറയുന്നതും നമ്മുടെ ഗെയിലും ടോമും അവിടെ നിന്നിട്ട് ഇങ്ങനെ കിസ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ട റോർക്ക് ഓടി അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ ദി റിവർ വൈൽഡ് എന്ന് പറഞ്ഞ ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കൂടാതെ 1000 ലൈക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പഴയ ഒരുപാട് മൂവീസ് ഇനിയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവരും. അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.